ഇന്നത്തെ ക്ലാസ്സിൽ ട്രിഗണോമെട്രിയുടെ ബാക്കി റിമൈനിങ് പോർഷൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രിയുടെ ബേസിക്സ് കാര്യങ്ങൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ബേസിക് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സോൾവ് ചെയ്യുന്നതിന്റെ മെത്തേഡ്സും പറയുന്നുണ്ട്. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഓൺലി 3 ആംഗിൾ മെഷർമെന്റ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രിയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ട്രിഗണോമെട്രി റേഷ്യോസിനെ കുറിച്ചാണ്. ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ മാത്രമേ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ? ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അന്നേരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ട്രിഗണോമെട്രി റേഷ്യോസ്, ബേസിക് ട്രിഗണോമെട്രി റേഷ്യോസ് എന്താന്ന് പറഞ്ഞായിരുന്നു. ബേസിക് ആയിട്ട് വരുന്ന 3 ട്രിഗണോമെട്രി റേഷ്യോസ് ആണ്: സൈൻ ഓഫ് ആംഗിൾ, കോസ് ഓഫ് ആംഗിൾ, ടാൻജന്റ് ഓഫ് ആംഗിൾ അല്ലെങ്കിൽ ടാൻ ഓഫ് ആംഗിൾ. അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞായിരുന്നു. സൈൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിള് ഒരു പർട്ടിക്കുലർ ആംഗിൾ എടുത്താൽ അതിന്റെ സൈൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ്. അന്നേരം സൈൻ തീറ്റയുടെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോന്യൂസ്. കോസ് തീറ്റയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ടാൻ തീറ്റയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, അന്നേരം ഈ 3 ട്രിഗണോമെട്രി റേഷ്യോസിനും അതിന്റെ റെസിപ്രോക്കൽസും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സൈൻ തീറ്റയുടെ റെസിപ്രോക്കലിനെ കൊസീക് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. കോസ് തീറ്റയുടെ റെസിപ്രോക്കലിനെ സീക് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. ടാൻ തീറ്റയുടെ റെസിപ്രോക്കലിനെ കോട്ട് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ട്രിഗണോമെട്രി റേഷ്യോസിന്റെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന് പറയുന്നത് 0, 3, 45, 60, 90, 180, 180 വരെ മാക്സിമം പോകത്തില്ല. മിക്കവാറും കേസിൽ 30, 45, 60 വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അന്നേരം ബേസിക് ആംഗിൾസിന്റെ ട്രിഗണോമെട്രി റേഷ്യോസ് എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രി റേഷ്യോസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആംഗിൾ 0 എന്നാണ്. ഇത് തീറ്റ ഡിഗ്രീസിലുള്ള ആംഗിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഡിഗ്രീസ് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 2 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ഡിഗ്രി, രണ്ടാമത്തെ യൂണിറ്റ് റേഡിയൻ. ഓക്കെ, ജനറൽ കേസിൽ നമ്മൾ ഡിഗ്രിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഗ്രിയിലുള്ള ഒരു ആംഗിളിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പൈ ഡിവൈഡ് ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പൈ ഡിവൈഡ് ബൈ 180. അന്നേരം ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന ആംഗിൾസ് എല്ലാം ഡിഗ്രിയിലാണ്, സെക്കൻഡ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാം റേഡിയനിലാണ്. ഓക്കെ, അന്നേരം തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം. തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഇൻ ഡിഗ്രി ഇൻറ്റു 180 ഡിവൈഡ് ബൈ പൈ ആയിരിക്കും. പൈ ഡിവൈഡ് ബൈ 180 ആയിരിക്കും. ഓക്കെ, അന്നേരം റേഡിയനിലുള്ള ആംഗിളിൽ എല്ലായ്പ്പോഴും എന്ത് കാണും? പൈ കാണും. ഓക്കെ, അന്നേരം പൈ എന്ന് റേഡിയൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ വന്നിരിക്കുന്നത് ഒരു സർക്കുലർ കൺസെപ്റ്റിൽ നിന്നാണ്. ഒരു യൂണിറ്റ് സർക്കിളിൽ ഒരു റേഡിയസ് റൊട്ടേറ്റ് ചെയ്താൽ അത് എന്തുമാത്രം ആംഗിൾ മേക്ക് ചെയ്തെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, അന്നേരം മിക്കവാറും കേസിൽ റേഡിയനിലല്ലായിരിക്കും ഡിഗ്രിയിലായിരിക്കും തരുന്നത്. പക്ഷെ റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഡിഗ്രിയിലുള്ള ഒരു ആംഗിളിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രിയിലുള്ള ആംഗിളിനെ പൈ ഡിവൈഡ് ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അന്നേരം മിക്കവാറും പൈ ഉള്ള ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? റേഡിയനിലായിരിക്കും. പൈ ഇല്ലാതെ മുകളിൽ ഡിഗ്രിയുടെ യൂണിറ്റ് ഉള്ളതെല്ലാം എന്തായിരിക്കും? ഡിഗ്രി മെഷർമെന്റിലുള്ള ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അന്നേരം ബേസിക് ആംഗിൾസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 0 ഡിഗ്രി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം 0 ഡിഗ്രിയില് സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സൈൻ തീറ്റ 0 ആണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലായ്പ്പോഴും സൈൻ തീറ്റ കോസ് തീറ്റ എടുക്കുമ്പോൾ ഒരെണ്ണം മാക്സിമം ആണെങ്കിൽ ഒരെണ്ണം മിനിമം ആയിരിക്കും. കാരണം സൈൻ തീറ്റയും കോസ് തീറ്റയും പരസ്പരം ഓർത്തോഗണൽ എന്ന് പറയും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ മാക്സിമം ആകുമ്പോൾ കോസ് തീറ്റ എന്താവും? മിനിമം ആവും. കോസ് തീറ്റ മാക്സിമം ആകുമ്പോൾ സൈൻ തീറ്റ എന്താവും? മിനിമം ആവും. ഓക്കെ, അന്നേരം രണ്ടും ഒരിക്കലും ഒരേ പർട്ടിക്കുലർ ആംഗിളിൽ 1 വരത്തില്ല. ഒരെണ്ണം ഹൈ വാല്യൂ 1 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 0 ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ,
ഇവിടെ നോക്കുക, അന്നേരം 0 ഡിഗ്രിയിൽ സൈൻ തീറ്റ 0 ആയിരിക്കും, കോസ് തീറ്റ എന്തായിരിക്കും 1 ആയിരിക്കും. ടാൻ തീറ്റ ഈക്വൽ ടു നമുക്കറിയാം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. അന്നേരം 0 ഡിവൈഡഡ് ബൈ 1 എന്താവും 0 ആവും. ഓക്കെ, നെക്സ്റ്റ് തീറ്റയുടെ വാല്യൂ എന്താണ് 30 ഡിഗ്രി ആണ്. അന്നേരം 30 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 30 ഡിഗ്രി ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 180 ഈക്വൽ ടു എന്ത് കിട്ടും പൈ ഡിവൈഡഡ് ബൈ 6 കിട്ടും. അന്നേരം 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റേഡിയൻ മെഷർമെന്റ് എത്രയാണ് പൈ ഡിവൈഡഡ് ബൈ 6 ആണ്. അന്നേരം പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം അത് 30 ഡിഗ്രി ആണ്. അതൊരു അക്യൂട്ട് ആംഗിൾ ആണ്. 90 ഡിഗ്രിയേക്കാളും താഴെയുള്ള ആംഗിൾസിനെ പറയുന്ന പേരാണ് എന്ത് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അന്നേരം സൈൻ 30യുടെ വാല്യൂ എന്താണ് 1 ഡിവൈഡഡ് ബൈ √2 ആണ്. കോസ് 30യുടെ വാല്യൂ എന്താണ് √3 ഡിവൈഡഡ് ബൈ 2 ആണ്. സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 30 അന്നേരം 1/2 ഡിവൈഡഡ് ബൈ √3/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും √3 ഡിവൈഡഡ് ബൈ 3 കിട്ടും. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 1 ഡിവൈഡഡ് ബൈ √3 കിട്ടും. അന്നേരം ടാൻ 30യുടെ വാല്യൂ എന്താണ് 1/√3 ആണ് ടാൻ 30യുടെ വാല്യൂ. നെക്സ്റ്റ് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 45 ഡിഗ്രി എന്ന് പറയുന്നത് സൈൻ തീറ്റയും കോസ് തീറ്റയും എന്തായിരിക്കും സെയിം ആയിരിക്കും. അന്നേരം സൈൻ തീറ്റയും കോസ് തീറ്റയും സെയിം ആയിട്ട് വരുന്ന ആംഗിൾസിനെ പറയുന്നവരാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസിൽ സൈൻ എ ഈക്വൽ ടു എന്തെന്ന് പറയാം കോസ് ബി എന്ന് പറയാം. അവിടെ കോംപ്ലിമെന്ററി ആംഗിൾസ് ആരൊക്കെയാണ് എയും ബി ആണ്. അവിടെ എയും ബിയും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ എ പ്ലസ് ബി ഓൾവേസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടി പറയാം, സൈൻ ഓഫ് ആൻ ആംഗിൾ ഈക്വൽ ടു കോസ് ഓഫ് ആൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആംഗിൾസും എന്ത് ആംഗിൾസ് ആയിരിക്കും കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ജനറലി സൈൻ എ ഈക്വൽ ടു കോസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു എന്തായിരിക്കണം 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അന്നേരം 45 ഡിഗ്രി വരുന്നത് കോംപ്ലിമെന്ററി ആംഗിളിലായിട്ടാണ്. കാരണം 45 ഡിഗ്രി നമുക്കറിയാം 90 മൈനസ് 45 ഡിഗ്രി എന്ത് തന്നെയാണ് 45 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് 45 ഡിഗ്രിയിൽ സൈൻ തീറ്റയും കോസ് തീറ്റ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. രണ്ടിന്റെയും വാല്യൂ √2/2 അല്ലെങ്കിൽ 1/√2 എന്ന് എഴുതാം. അന്നേരം സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ എന്താണ് 1 ഡിവൈഡഡ് ബൈ √2 ആണ്. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ടാൻ തീറ്റ കിട്ടും. സെയിം വാല്യൂവിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. ഓക്കെ, അന്നേരം ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു എന്തായിരിക്കും 1 ആയിരിക്കും. ടാൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും ഈക്വൽ ആയിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് ടാൻ 45 ഡിഗ്രി. എന്നിട്ട് പറയാം y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്താൽ, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്താൽ എക്സും വൈ നമുക്ക് എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അന്നേരം ആ ലൈൻ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈനിന്റെ സ്ലോപ്പ് ആണ് എന്ത് ടാൻ ഓഫ് 45 ഡിഗ്രി. ഈ പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർ ഇപ്പൊ പറഞ്ഞൊന്ന് വരച്ച് കാണിക്കൂ. ഓക്കെ, നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ y ഈക്വൽ ടു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷന്റെ ഗ്രാഫ് പോകുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് സി എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകുന്നതാണ് അതിന്റെ അർത്ഥം. അന്നേരം ഈ ഇവിടുത്തെ y ഇന്റർസെപ്റ്റ് പോയിന്റ് എന്തായിരിക്കും സി ആയിരിക്കും. അന്നേരം ജസ്റ്റ് y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ എടുത്താൽ ആ ലൈൻ എങ്ങനെ ആയിരിക്കും പോകുന്നത് 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അത് പോസിറ്റീവിലോട്ടും പോകും നെഗറ്റീവിലോട്ടും പോകും. അന്നേരം ഇത് ഇവിടെ എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു എന്തായിരിക്കും വൈ ആയിരിക്കും. എല്ലാ പോയിന്റിലും എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഈ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. അന്നേരം ടാൻ ഓഫ് 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്തെന്ന് പറയാം ടാൻ ഓഫ് 45 ഡിഗ്രി എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് ആണെന്ന് പറയാം. ഓക്കെ, ജനറലി ഒരു ആംഗിൾ വരച്ചാല് ഞാൻ ലൈൻ വരയ്ക്കുന്ന ആ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് കൊടുക്കുന്നത്. ആ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ് തീറ്റ. അന്നേരം ഈ ലൈനിന്റെ സ്ലോപ്പ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ടാൻ ഓഫ് ആംഗിൾ എടുത്താൽ മതി. ഇത് കോർഡിനേറ്റ് ജോമെട്രിയിൽ വരുന്നതാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ y ഈക്വൽ ടു എക്സോ അല്ലെങ്കിൽ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിഒ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചാൽ അത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് കിട്ടാൻ നമ്മൾ എന്തെടുത്താൽ മതി ടാൻ ഓഫ് ആംഗിൾ എടുത്താൽ മതി. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രി
കോർഡിനേറ്റ് ജോമെട്രിയിൽ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അന്നേരം ഒരു ആപ്ലിക്കേഷൻ ആണ് ട്രിഗണോമെട്രി കോർഡിനേറ്റ് ജോമെട്രിയിൽ ടാൻ ഓഫ് ആംഗിൾ എന്ത് തരും? സ്ലോപ്പ് ഓഫ് ദ ലൈൻ തരും. ഓക്കെ, അന്നേരം എനി ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നാൽ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഓഫ് ആംഗിൾ എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ടാൻജന്റ് എടുത്താൽ മതി. ഓക്കെ, ഓക്കെ. അന്നേരം ടാൻ ഓഫ് 45 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? 1 ആണ്. കാരണം അവിടുത്തെ സൈൻ ഓഫ് ആംഗിളും കോസ് ഓഫ് ആംഗിളും എന്താണ് കിട്ടിയത്? സെയിം ആണ് കിട്ടിയത്. സൈൻ ഓഫ് ആംഗിളും കോസ് ഓഫ് ആംഗിളും സെയിം ആണെങ്കിൽ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആംഗിള് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി എന്ന് പറയുന്നത് റേഡിയയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ ഡിവൈഡഡ് ബൈ 3 കിട്ടും. അന്നേരം പൈ ഡിവൈഡഡ് ബൈ 3യില് സൈൻ ഓഫ് പൈ ബൈ 3 അല്ലെങ്കിൽ സൈൻ ഓഫ് 60 എന്ന് പറയുന്നത് √3 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. √3 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. കോസ് ഓഫ് 60 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽ ടു എന്ത് കിട്ടും? √3 കിട്ടും. ഓക്കെ, ടാൻ 30യുടെ വാല്യൂ എന്തായിരുന്നു? ടാൻ 30യുടെ വാല്യൂ 1/√3 ആയിരുന്നു. പക്ഷെ ടാൻ 60യുടെ വാല്യൂ എന്തായി? √3 ആയി. ഓക്കെ, ഇതിന്റെ റിലേഷൻസ് എന്താന്ന് പറയാം. ഓരോ ആംഗിൾസിനും പരസ്പരം റിലേഷൻസ് ഉണ്ട്. ആ റിലേഷൻസ് ഓർത്തിരുന്നാല് ഈ റേഡിയനിലുള്ള വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ട്രിഗണോമെട്രി റേഷ്യോസിന്റെ വാല്യൂസും ഓർത്തിരുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി എന്ന് പറയുന്നത് ഓർത്തോഗണൽ എന്ന് പറയും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയും. 90 ഡിഗ്രി രണ്ട് ലൈൻസ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ആ ലൈൻസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അന്നേരം 90 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ ഡിവൈഡഡ് ബൈ 2 കിട്ടും. സൈൻ ഓഫ് പൈ ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. ദെയർഫോർ കോസ് ഓഫ് പൈ ബൈ 2 എന്തായിരിക്കും? ഒരെണ്ണം മാക്സിമം ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതുകൊണ്ട് 0 ആയിരിക്കും. 180 ഡിഗ്രി 90 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 90 ഡിഗ്രി കൂടുമ്പോൾ എന്താവും? 180 ആവും. അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ കിട്ടും. സൈൻ ഓഫ് പൈ എന്താണ്? 0 ആണ്. സൈൻ ഓഫ് പൈ ഈക്വൽ ടു 0, അല്ലെങ്കിൽ സൈൻ ഓഫ് 180 ഈക്വൽ ടു 0. കോസ് ഓഫ് 180 ഈക്വൽ ടു -1 ആണ്. ഓക്കെ, നെക്സ്റ്റ് 270 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2ല് കോസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സൈനിന്റെ വാല്യൂ ഇവിടെ എന്ത് കിട്ടി? -1 കിട്ടി. സൈൻ ഓഫ് 270 ഈക്വൽ ടു എന്ത് കിട്ടി? -1 കിട്ടി. ഇവിടെ ടാനിന്റെ വാല്യൂ എടുക്കുമ്പോൾ നോക്ക്, ഇവിടെ 90യിൽ ടാനിന്റെ വാല്യൂ എടുക്കുമ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ സൈൻ 90 1 ആണ്, കോസ് 90 0 ആയതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ 0 എന്ത് വരും? നോട്ട് ഡിഫൈൻഡ് വരും. കാരണം ഡിനോമിനേറ്ററിൽ 0 വന്നാൽ എന്താണ്? ഡിവിഷൻ നോട്ട് പോസിബിൾ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ടാൻ 90 എന്തായിരിക്കും? അൺഡിഫൈൻഡ് ആയിരിക്കും. അതുപോലെ ടാനിന്റെ ഏത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 എന്തായിരിക്കും? അൺഡിഫൈൻഡ് ആയിരിക്കും. 90 × 1, 90 × 3, 90 × 5, അങ്ങനെ 90 ഡിഗ്രിയുടെ എല്ലാ ഓഡ് മൾട്ടിപ്പിളും ടാനിന്റെ ആംഗിൾ എന്തായിരിക്കും? അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് 2 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിലുള്ള ആംഗിൾസ് ആണ്. 2 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിലുള്ള ആംഗിൾസിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഏറ്റവും ലോവസ്റ്റ് ആംഗിൾ 0 ഡിഗ്രി ആയിരുന്നു നോക്കിയത്. 0 ഡിഗ്രി എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് എന്താണ്? രണ്ട് ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്ന ആംഗിൾസ് ആണെങ്കിൽ അതെന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 0 ഡിഗ്രി കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആംഗിൾ എന്താണ്? 30 ഡിഗ്രി ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഒരു ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 30 ആണെങ്കിൽ നെക്സ്റ്റ് ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അന്നേരം ജനറലി വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ട്രയാങ്കിൾ ആണ് ഇത്. 30 60 90 വരുന്ന ഒരു ട്രയാങ്കിൾ. ഓക്കെ, അന്നേരം 30 60 90 വരുന്ന ട്രയാങ്കിളില് അതിന്റെ ട്രിഗണോമെട്രി റേഷ്യോസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എപ്പോഴും ഓർത്തിരിക്കണം 1 ആയിരിക്കും. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എപ്പോഴും √3 ആയിരിക്കും. 1ഉം √3 ആണ് റേഷ്യോ എങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസ് എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് √3 സ്ക്വയർ ഈക്വൽ ടു 3 ഈക്വൽ ടു എന്ത് വരും? √4 ഈക്വൽ ടു 2 വരും. ദെയർഫോർ ഹൈപ്പോട്ന്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും?
2 ആയിരിക്കും. അന്നേരം ഈ വാല്യൂസ് മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏത് ട്രിഗണോമെട്രി റേഷ്യോസും പറയാൻ പറ്റും. ഓക്കെ, അന്നേരം ട്രിഗണോമെട്രി റേഷ്യോസിന്റെ ബേസിക് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. സൈൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അന്നേരം ഇവിടെ സൈൻ ഓഫ് ആംഗിൾ ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അന്നേരം സൈൻ ഓഫ് 30 ഡിഗ്രി എന്തായിരിക്കും? സൈൻ ഓഫ് 30 ഡിഗ്രി ഈക്വൽ ടു 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. therefore സൈൻ 30 ഈക്വൽ ടു എന്തായിരിക്കും? 1/2 ആയിരിക്കും. സൈൻ 60 ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ 60 ഈക്വൽ ടു 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2 ആണ്. അന്നേരം സൈൻ 60യുടെ വാല്യൂ എന്താണ്? √3 ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ കോസ് 30യുടെ വാല്യൂ, കോസ് 30 ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? കോസ് തീറ്റയുടെ ഇക്വേഷൻ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അന്നേരം 30 എടുക്കുമ്പോൾ 30യുടെ അഡ്ജസന്റ് ആയിട്ട് വരുന്നത് ആരാണ്? √3 ആണ് വരുന്നത്. അന്നേരം കോസ് 30യുടെ ഇക്വേഷൻ എന്താണ്? √3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് കോസ് 60 ഈക്വൽ ടു കോസ് 60യുടെ അഡ്ജസന്റ് വരുന്നത് ആരാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ റേഷ്യോസ് നോക്കുമ്പോൾ ഇവിടെ നോക്ക്, സൈൻ 30യുടെയും കോസ് 60യുടെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ സൈൻ 60യുടെയും കോസ് 30യുടെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. അന്നേരം ഇവിടെ 30 ഡിഗ്രി ആണ്, ഇവിടെ 60 ആണ്. ഇവിടെ 60 ഡിഗ്രി ആണ്, ഇവിടെ എന്താണ്? 30 ഡിഗ്രി ആണ്. ജനറലി നമുക്ക് പറയാം സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 5 ആണെങ്കിൽ, ഞാൻ ഇവിടെ 5 എന്ന് പറഞ്ഞൊരു വേറൊരു ആംഗിൾ കൊടുത്ത് സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 5 ആണെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു 90 മൈനസ് 5 എന്ന് പറയാം. ഓക്കെ, അന്നേരം ഒരെണ്ണം 20 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഒരെണ്ണം 30 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 60 ആയിരിക്കും. ഒരെണ്ണം 60 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 30 ആയിരിക്കും. അന്നേരം ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസിൽ സൈൻ ഓഫ് എക്സ് ആൻഡ് കോസ് ഓഫ് എക്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എക്സ് ഈസ് അല്ലെങ്കിൽ ഇഫ് തീറ്റ ഈസ് കോംപ്ലിമെന്ററി ആംഗിൾ ദെൻ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ നോട്ട് ഈക്വൽ ടു കോസ് തീറ്റ, അങ്ങനെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കോംപ്ലിമെന്ററി ആംഗിൾസിൽ സൈനിന്റെയും കോസിന്റെയും വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞപ്പോ 70-30 എന്ന് പറഞ്ഞത്? അല്ല, 70-20 എന്നാണ്. 70-20. ഓക്കെ ഓക്കെ. ആ, ഓക്കെ. ഓക്കെ, ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ ഓൾറെഡി പറഞ്ഞു സൈൻ ഓഫ് 90 ഡിഫറൻസ് ഉണ്ടെങ്കിൽ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ വരുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു? കോസ് തീറ്റ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ സൈനും കോസും തമ്മിലുള്ള റിലേഷൻ സൈൻ ആൻഡ് കോസ് ആർ കോ ഫങ്ഷൻസ് ആയിരിക്കും. കോ ഫങ്ഷൻ, കാരണം സൈനും കോസും തമ്മിൽ ഒരു 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടെങ്കിൽ സൈനെയും കോസിനെയും എന്ത് പറയാം? കോ ഫങ്ഷൻസ് എന്ന് പറയാം. സൈന്റെ ഇപ്പുറത്ത് നമ്മളോട് കോ കൊടുത്താൽ എന്തായിട്ട് മാറും? കൊസൈൻ ആയിട്ട് മാറും. അന്നേരം സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? സൈനിന്റെ കോ ഫങ്ഷൻ ആയിരിക്കും. സൈനിന്റെ കോ ഫങ്ഷൻ ആരാണ്? കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ടാനിന്റെ കോ ഫങ്ഷൻ ആയിരിക്കും. ടാനിന്റെ കോ ഫങ്ഷൻ എന്താണ്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ ആണ്. അന്നേരം ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? കോട്ട് തീറ്റ ആയിരിക്കും. ഇവിടെ ടാനിന്റെ, ഇവിടെ സൈനും കോസും തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ടാൻ ഓഫ് 90 മൈനസ് തീറ്റയും കോട്ട് തീറ്റയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നമുക്കറിയാം കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ടാൻ തീറ്റ ആണ്. റെസിപ്രോക്കൽ. ഓക്കെ, അന്നേരം ടാനിന് മാത്രമേ ഉള്ളൂ അതിന്റെ കോംപ്ലിമെന്ററി ഫങ്ഷൻസും അല്ല കോംപ്ലിമെന്ററി ആംഗിൾസും അതിന്റെ റെസിപ്രോക്കൽ എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് വരുന്നത്. അന്നേരം ജനറലി പറയാം ടാൻ 30 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ടാൻ 30 ഈക്വൽ ടു എന്ത് പറയാം? 1 ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാം? 1 ഡിവൈഡഡ് ബൈ ടാൻ 60 എന്ന് പറയാം.
ഓക്കെ, അല്ലെങ്കിൽ ടാൻ 20 ഈക്വൽ ടു എന്തെന്ന് പറയാം, ടാൻ 20 ഡിഗ്രി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടാൻ 70 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, അന്നേരം എല്ലാ ആംഗിൾസിലും ഈ റിലേഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അന്നേരം ടാനിന് മാത്രം അതിന്റെ കോ ഫംഗ്ഷനും അതിന്റെ റെസിപ്രോക്കലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം ടാൻ ഓഫ് 90 മൈനസ് തീറ്റ എടുക്കുമ്പോൾ അതിന്റെ കോ ഫംഗ്ഷൻ എന്താണ് വരുന്നത്, കോട്ട് ഓഫ് തീറ്റ ആണ് വരുന്നത്. കോട്ട് ഓഫ് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം 1/tan ഓഫ് തീറ്റ ആണ് കോട്ട് ഓഫ് തീറ്റ. അതായത് ജനറലി പറയാം ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു എന്ന് പറയാം 1/tan ഓഫ് തീറ്റ എന്ന് പറയാം. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സാറേ ഒരു ഡൗട്ട് ഉണ്ട്, ഇതില് കൊസീക് തീറ്റയും സീക് തീറ്റയും അത് ഇൻവേഴ്സ് ആയിട്ട് വരത്തില്ലേ, സൈന്റെ ഓപ്പോസിറ്റ് വരുന്നത്? കൊസീക് തീറ്റ എന്ന് പറയാം. ഓക്കെ, വെയിറ്റ്. കൊസീക് ഓഫ് 90 മൈനസ് തീറ്റ നമുക്ക് എന്താണ് കിട്ടുന്നത്, അതിന്റെ കോ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ ഓൾറെഡി ഒരു കോ ഉണ്ട്. അന്നേരം ആ കോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ, സീക് തീറ്റയെ കിട്ടത്തുള്ളൂ. അന്നേരം പക്ഷെ കൊസീക്കും സീക്കും എന്തല്ല, പരസ്പരം റെസിപ്രോക്കൽസ് അല്ല. ഓക്കെ, അതുപോലെ സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ എടുത്താല് സീക്ക് ഓഫ് 90 മൈനസ് തീറ്റ എടുത്താല് അത് കോ ഫംഗ്ഷൻ എടുത്താൽ ഇപ്പുറത്ത് കോ കൊടുക്കത്തതേ ഉള്ളൂ. ഓക്കെ, അന്നേരം കോസ് തീറ്റയ്ക്കും അല്ല കൊസീക് തീറ്റയ്ക്കും സീക് തീറ്റയ്ക്കും എന്തില്ല, പരസ്പരം റെസിപ്രോക്കൽസ് ഇല്ല. ടാനിന് മാത്രമേ ആ പ്രോപ്പർട്ടി ഉള്ളൂ. ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, 1/tan തീറ്റ ആയിരിക്കും. ഇവിടെ രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ്. ഇത് കൊസീക് തീറ്റ എന്ന് പറയുന്നത് ആരാണ്, 1/sin ഓഫ് തീറ്റയാണ്. സീക് തീറ്റ എന്ന് പറയുന്നത് ആരാണ്, 1/cos ഓഫ് തീറ്റയാണ്. ഓക്കെ, any other questions? സാർ അപ്പൊ ബേസിക്കലി പറയുവാണെങ്കിൽ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ, അതെ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ സീക് അല്ല, കോസ് ഓഫ് 90 മൈനസ് തീറ്റ കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്തായിരിക്കും, ആ കോസിന്റെ കോ കളഞ്ഞാൽ മതി, അന്നേരം സൈൻ തീറ്റ ആയിരിക്കും. ഏത് ഫംഗ്ഷൻ വന്നാലും അതുപോലെ കൊസീക്ക് വരുവാണെങ്കിൽ സാർ അപ്പം കൊസീക്ക് വരുവാണെങ്കിൽ 90 മൈനസ് തീറ്റ സീക് തീറ്റ, പക്ഷെ ടാനിന് മാത്രം റെസിപ്രോക്കൽ വരും അല്ലേ? അല്ല, ടാനിന് മാത്രം അവിടെ റെസിപ്രോക്കലിലൂടെ ഉണ്ടെന്നേ ഉള്ളു. അതിന് കൂടെ എന്തുകൊണ്ട്, അതിന്റെ കോ ഫംഗ്ഷനും ആണ്, പക്ഷെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്തും കൂടെ ഉണ്ട്, റെസിപ്രോക്കൽ ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ ടാനിന്റെ കോ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം, കോട്ട് തീറ്റ ആണ്. ഇത് എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസിനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഈ പ്രോപ്പർട്ടി. പക്ഷെ ഈ കോട്ട് തീറ്റ നമുക്ക് എന്തെന്നും കൂടെ എഴുതാൻ പറ്റും, 1/tan തീറ്റ എന്നൂടെ എഴുതാൻ പറ്റും. അന്നേരം കോംപ്ലിമെന്ററിയും റെസിപ്രോക്കലും ആകുന്ന ഒരേ ഒരു ട്രിഗണോമെട്രി റേഷ്യോ ഉള്ള ആര്, ടാൻ തീറ്റ. ബാക്കി ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന് നമുക്ക് 90 മൈനസ് തീറ്റ ഈക്വൽ ടു അതിന്റെ ഒറിജിനൽ ഫംഗ്ഷന്റെ റെസിപ്രോക്കൽ എന്ന് എഴുതാൻ പറ്റത്തില്ല. 90 മൈനസ് തീറ്റ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, 90 മൈനസ് തീറ്റ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കോ ഫംഗ്ഷൻ ആണെങ്കിൽ ആ കോ കളഞ്ഞാൽ മതി. കോ എന്ന് പറയുന്നൊരു ടേം ഇല്ലെങ്കിൽ അഡീഷണലി എന്ത് ചേർത്താൽ മതി, കോ ചേർത്താൽ മതി. അന്നേരം കോ ഫംഗ്ഷൻ എന്തായാലും 90 മൈനസ് തീറ്റ ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ കോ ഫംഗ്ഷൻ ആയിരിക്കും ആൻസർ സെയിം ആംഗിളിൽ വരുന്നത്. ഓക്കെ, അന്നേരം ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. ടാൻ ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു 1/tan തീറ്റ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രി റേഷ്യോസിന്റെ കൺസെപ്റ്റ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ഓൾ വാല്യൂസ് ഓഫ് തീറ്റ between 0 and 2π satisfying sin theta equal to half. ഫസ്റ്റ് ക്വസ്റ്റ്യൻ sin theta equal to half എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ tan theta equal to 1. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ cos theta equal to -1/√2. ഓക്കെ, ഇത് പറയുന്നതിന് മുന്നേ
കോഡ്രന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കോഡ്രന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 ഈക്വൽ പാർട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കോഡ്രന്റ് എന്ന് പറയാം. ഓക്കെ, ജനറലി നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആംഗിൾ മെഷർ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയസ് എടുത്താൽ ആ റേഡിയസ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ആ റേഡിയസ് ഇങ്ങനെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ മെഷർ ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മുകളിലോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തിരിച്ച് താഴോട്ട് റൊട്ടേറ്റ് ചെയ്താൽ താഴോട്ട് മെഷർ ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. അന്നേരം ആംഗിളിന് പോസിറ്റീവ് കൺസെപ്റ്റും ഉണ്ട്, നെഗറ്റീവ് കൺസെപ്റ്റും ഉണ്ട്. ഓക്കെ, അന്നേരം ഒരു പോസിറ്റീവ് ആംഗിൾ ആണ് ജനറലി നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ഡയറക്ഷൻ ആണ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അന്നേരം നോർമൽ കേസിൽ നമ്മളൊരു പോസിറ്റീവ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു 4 ഈക്വൽ പാർട്ട് ഉണ്ട്. അന്നേരം ഇതിന് പറയുന്നവർ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നാണ്, ഇതിന് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതിന് തേർഡ് ക്വാഡ്രന്റ്, ഇതിന് ഫോർത്ത് ക്വാഡ്രന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അന്നേരം ജനറലി ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുത്താൽ എക്സ് വൈ എടുത്താൽ ഫസ്റ്റ് കോർഡിനേറ്റിൽ എക്സ് ആൻഡ് വൈ എന്താണെന്ന് നമുക്കറിയാം, പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ എക്സ് മെഷർ ചെയ്യുന്നത് 0ക്ക് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ട് എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വൈ പോസിറ്റീവ് ആയിരിക്കും, കാരണം വൈ മെഷർ ചെയ്യുന്നത് 0ക്ക് എബോവ് ആയതുകൊണ്ട്. തേർഡ് ക്വാഡ്രന്റിൽ എക്സും വൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അന്നേരം നിങ്ങൾ നോക്കുമ്പം ഇവിടുത്തെ എക്സ് വൈ സൈൻ എന്ത് ചെയ്ത് വരുന്നുണ്ട്? ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അന്നേരം ട്രിഗണോമെട്രി റേഷ്യോസ് എടുക്കുമ്പോൾ ആ ട്രിഗണോമെട്രി റേഷ്യോസിന്റെയും വാല്യൂസിന്റെയും ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ എന്താകാം? നെഗറ്റീവ് ആവാം. ഓക്കെ, അന്നേരം അതിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ 30-60 ഡിഗ്രി അല്ലാണ്ട് ഹയർ ആംഗിൾസ് 540, 720 ഒക്കെ തന്നാലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അന്നേരം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾറെഡി പറഞ്ഞു എക്സ് ആൻഡ് വൈ എന്താണ്? പോസിറ്റീവ് ആണ്. എക്സ് ആൻഡ് വൈ പോസിറ്റീവ് ആണെങ്കിൽ ഞാനൊരു ട്രയാങ്കിൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും പോസിറ്റീവ് ആയിരിക്കും, അതിന്റെ അഡ്ജസന്റ് സൈഡും പോസിറ്റീവ് ആയിരിക്കും, ഹൈപ്പോട്ടിന്യൂസ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ ഏത് ക്വാഡ്രന്റിൽ വരച്ചാലും ഹൈപ്പോട്ടിന്യൂസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസ് അല്ല ഇപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ട്രയാങ്കിൾ ആണ് ഇവിടെ വരച്ചത്. അന്നേരം ഇത് ആ ഓപ്പോസിറ്റും അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടുത്തെ ട്രിഗണോമെട്രി റേഷ്യോസ് എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഓൾ ആർ പോസിറ്റീവ് ആയിരിക്കും. ഓൾ ട്രിഗണോമെട്രി റേഷ്യോസ്, അതിന്റെ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും അതിന്റെ റെസിപ്രോക്കൽസിന്റെയും ഏത് ആംഗിള് 0ക്കും 90 ഡിഗ്രിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മുതൽ 90 ഡിഗ്രി വരെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അന്നേരം 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഏത് ട്രിഗണോമെട്രി റേഷ്യോസ് എടുത്താലും അതിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് എങ്ങനെ ഇരിക്കുവാണ്? ഇങ്ങനെ ഇരിക്കുവാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അന്നേരം സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ ആണ്, മുകളിലോട്ടാണ്. അന്നേരം ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഹൈപ്പോട്ടിന്യൂസ് എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഇവിടെ അഡ്ജസന്റ് സൈഡ് മാത്രം എന്താണ്? നെഗറ്റീവ്. അഡ്ജസന്റ് സൈഡ് വരുന്ന ട്രിഗണോമെട്രി റേഷ്യോ ഏതാണ്? കൊസൈനും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ടാനും ഉണ്ട്, ടാൻജന്റും ഉണ്ട്. ടാന്റെ ഇക്വേഷനകത്തും ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് വരുന്നുണ്ട്. കോസിന്റെ ഇക്വേഷനിൽ ആര് വരുന്നുണ്ട്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് വരുന്നുണ്ട്. അന്നേരം ഇവിടെ അഡ്ജസന്റ് സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ അഡ്ജസന്റ് സൈഡ് വരുന്ന ട്രിഗണോമെട്രി റേഷ്യോസ് ആയ ടാനും കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും കോട്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അല്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? സൈനും അതിന്റെ റെസിപ്രോക്കലും മാത്രമേ ഉള്ളൂ. അന്നേരം സൈനും അതിന്റെ റെസിപ്രോക്കലായ കൊസീക്ക് മാത്രം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റില്. തിരിച്ച് തേർഡ് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുവാണ്? തേർഡ് ക്വാഡ്രന്റിൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ ഇരിക്കുന്നത്. ഒരു ഏതൊരു ആംഗിൾ മെഷർ ചെയ്താലും ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഇങ്ങനെ ഒരു തേർഡ് ക്വാഡ്രന്റിൽ ഞാൻ ഒരു ആംഗിൾ എടുത്താൽ എക്സ് മെഷർ ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണ്. എക്സ് മെഷർ ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും.
വൈ മെഷർ ചെയ്യുന്നത് എവിടെയാണ്? തേർഡ് ക്വാർട്ടറിൽ വൈ മെഷർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? താഴോട്ടാണ്. അന്നേരം വൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഇവിടെ അഡ്ജസന്റ് സൈഡ് നെഗറ്റീവ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? നെഗറ്റീവ് ആണ്. അന്നേരം അഡ്ജസന്റും ഓപ്പോസിറ്റും നെഗറ്റീവ് ആയതുകൊണ്ട് ടാൻ എടുക്കുമ്പോൾ എന്താവും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും. അന്നേരം ടാൻ പോസിറ്റീവ് ആവും, പക്ഷെ സൈനും കോസും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അന്നേരം തേർഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമാണ് പോസിറ്റീവ്? ടാനും അതിന്റെ റെസിപ്രോക്കലായ കോട്ടും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, അന്നേരം നെക്സ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ വരച്ചാല് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ആയിരിക്കും ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഫോർത്ത് ക്വാഡ്രന്റില് എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വൈ നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നെഗറ്റീവ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് വരുന്ന റേഷ്യോസ് ആരൊക്കെയാണ്? ടാനും സൈനും ആണ്. അന്നേരം ടാനും സൈനും അതിന്റെ റെസിപ്രോക്കൽസ് നെഗറ്റീവ് ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് വരുന്ന കോസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഫോർത്ത് ക്വാഡ്രന്റിൽ ആര് മാത്രം പോസിറ്റീവ് ആയിരിക്കും? കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിന്റെ റെസിപ്രോക്കലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഇത് അറിയാമെങ്കിൽ മാത്രമേ ലാർജ് ആംഗിൾസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 30 ഡിഗ്രി അങ്ങനെയൊക്കെ തന്നാല് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻസിൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. അന്നേരം ഇത് ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഓൾ സിൽവർ ടീ കപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓൾ സിൽവർ ടീ കപ്പ്. ഓക്കെ, അന്നേരം ഫസ്റ്റ് ക്വാർട്ടറിലോ എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. പറഞ്ഞോ. വിഷയം കാരണമാണ് ചോദിക്കണേ സർ. അപ്പൊ ആംഗിൾ എടുത്തപ്പോ ഹൈപ്പോട്ടിന്യൂസ് വരച്ചേക്കണേ X/Y ആണോ വരച്ചേക്കണേ? അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ് എടുക്കുന്നത് ഒറിജിൻ ടു ആ പർട്ടിക്കുലർ XY എന്ന് പറഞ്ഞ പോയിന്റിലോട്ടായിരിക്കും. ഒറിജിനിൽ നിന്നായിരിക്കും നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് വരയ്ക്കുന്നത്. ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ആ XY എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ടായിരിക്കും. അല്ല സർ ഇപ്പൊ ഒരു ട്രയാങ്കിൾ ABC എടുത്ത എയും ബിയും സിന്റെ ഒരു കോർഡിനേറ്റ്സ് പറയാൻ പറ്റും? എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് ഐഡിയ കിട്ടിക്കോളും. ഞാനിപ്പോ ഒരു ട്രയാങ്കിൾ എടുത്താല് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാല് ആ ആംഗിൾ എന്തായാലും മെഷർ ചെയ്യുന്നത് ഇവിടുന്നായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ബേസിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുന്നത്. ഒരു ക്വാഡ്രന്റ് വരച്ചാല് ക്വാഡ്രന്റ് നമുക്കറിയാം എക്സും വൈയും കൂട്ടിമുട്ടുന്നതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അന്നേരം നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നായിരിക്കും ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് ഇവിടം വരെ വരും, അല്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റ് വരെ വരും, അല്ലെങ്കിൽ അത് ഇവിടം വരെ വരും, തേർഡ് ക്വാഡ്രന്റിൽ വരും, അല്ലെങ്കിൽ എന്ത് വരും? ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ഓക്കെ, അന്നേരം എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് പോയിന്റിലാണോ വന്ന് നിൽക്കുന്നത് ആ പോയിന്റിലോട്ടായിരിക്കും നമ്മൾ ഒറിജിനിൽ നിന്ന് ഹൈപ്പോട്ടന്യൂസ് വരയ്ക്കുന്നത്. ഓക്കെ, അന്നേരം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇരിക്കണമെങ്കിൽ നമുക്കറിയാം ആംഗിൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. അത് എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? അന്നേരം ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഇരിക്കുന്നത്. സാർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരച്ചേക്കുന്ന ട്രയാങ്കിളിന്റെ ABC കോർഡിനേറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ? എക്സാമ്പിൾ എടുത്തിട്ട് XY ഇതിന്റെ XY ഇതിന്റെ എന്റെ XY ബിന്റെ XY സി. ട്രയാങ്കിളിന്റെ ഒരു പോയിന്റ് എന്തായിരിക്കും? ഒരു പോയിന്റ് 0 ആയിരിക്കും. ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ഒറിജിൻ ആയിരിക്കും. ഒരു പോയിന്റ് എന്തായിരിക്കും? X0 ആയിരിക്കും. ആ പോയിന്റ് X0 എന്ന് പറയുന്നത് ലൈനിൽ തന്നെ ആയിരിക്കും. ആ എക്സ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ എന്താകാം? നെഗറ്റീവ് ആവാം. അന്നേരം ഒരു പോയിന്റ് X0 ആയിരിക്കും, ഒരു പോയിന്റ് എന്തായിരിക്കും? XY ആയിരിക്കും. മേളത്തെ പോയിന്റ് വെർട്ടെക്സിലെ പോയിന്റ് എന്തായിരിക്കും? XY ആയിരിക്കും. ആ XY ഫസ്റ്റ് ക്വാർട്ടറിലെ പോയിന്റ് ആവാം, സെക്കൻഡ് ക്വാർട്ടറിലെ പോയിന്റ് ആവാം, തേർഡ് ക്വാർട്ടറിലെ പോയിന്റ് ആവാം, ഫോർത്ത് ക്വാർട്ടറിലെ പോയിന്റ് ആവാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് ഒറിജിനിൽ നിന്നായിരിക്കും അങ്ങോട്ട് തന്നെ. അതെ, ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും ഒറിജിനിൽ നിന്ന് ആ പർട്ടിക്കുലർ പോയിന്റ് XYയിലോട്ടായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, നമ്മളൊരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സർക്കിളിനകത്ത് ഒരു റേഡിയസ് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ സർക്കിളിനകത്ത് റേഡിയസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗിൾ മാറിക്കൊണ്ടേയിരിക്കും. അന്നേരം ആ ആംഗിൾ മാറുന്നതനുസരിച്ച് അതിന്റെ ആർക്ക് ലെങ്ത് മാറും. അതുപോലെ തന്നെ ഒരു ട്രിഗണോമെട്രി റേഷ്യോ എടുക്കുമ്പോൾ ആംഗിൾ വേരി ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മാറും. അതിനനുസരിച്ച് ആ ട്രിഗണോമെട്രി റേഷ്യോസിന്റെ വാല്യൂസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും?
മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത് കാർട്ടീഷ്യൻ ജോമെട്രി എന്നും സർക്കുലർ കൺസെപ്റ്റ് എന്നുമാണ് ട്രിഗണോമെട്രിയുടെ ആംഗിൾസിന്റെ ഡെഫിനിഷൻസ് വന്നത്. ഇപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലെ സ്ക്വയർ റൂട്ട് പോസിറ്റീവ് വരില്ലേ ടാന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെയും സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ ടാനിന്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? ഓപ്പോസിറ്റ് ഒരിക്കലും ഓപ്പോസിറ്റ് പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ അഡ്ജസന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മള് സ്ക്വയർ റൂട്ട് ഓഫ് ഇക്വേഷൻ വെച്ചിട്ട് അപ്പൊ ചെയ്യാൻ പറ്റില്ല. അത് ഹൈപ്പോട്ടിന്യൂസ് മാത്രമേ എന്ത് വരത്തുള്ളൂ, സ്ക്വയർ റൂട്ട് വരത്തുള്ളൂ. ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർ റൂട്ട് അല്ലല്ലേ? ഓക്കെ. അന്നേരം ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്ര ഓർത്തിരിക്കുക. ഏതൊക്കെ റേഷ്യോസ് ഏതൊക്കെ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്ന് ഓർത്തിരിക്കുക. ഇത് ഓർത്തിരുന്നാൽ അടുത്ത ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചാൽ, ഇപ്പൊ ഞാൻ സൈൻ എടുക്കുന്നത്, സൈൻ 90 മൈനസ് തീറ്റ, ഇത് ഓൾറെഡി പറഞ്ഞായിരുന്നു. സൈൻ 90 മൈനസ് തീറ്റ എന്താന്ന് പറഞ്ഞായിരുന്നു, കോസ് തീറ്റ എന്ന് പറഞ്ഞായിരുന്നു. ഇതിങ്ങനെ വരാൻ റീസൺ, ഫസ്റ്റ് ഇവിടെ ആംഗിൾ ഏതാന്ന് നോക്കണം, ബേസിക് ആംഗിൾ. അന്നേരം ജനറലി സൈൻ n π/2 എന്ന് പറയാം, അല്ലെങ്കിൽ n × 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറഞ്ഞാല് ഇവിടെ n എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഈവൻ ആയിരിക്കാം. ഒന്നുകൂടെ പറയാം, സൈൻ 90 മൈനസ് തീറ്റ ഒരു ജനറൽ കൺസെപ്റ്റ്, ജനറൽ ആംഗിൾ ആണ്. ഞാൻ ആ 90 ഡിഗ്രിക്ക് പകരം എന്ത് കൊടുത്ത് സൈൻ n × 90 ഡിഗ്രി മൈനസ് തീറ്റ. ആ n ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം. അന്നേരം ആ വാല്യൂ മാറുന്നതനുസരിച്ച് ക്വാഡ്രന്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. അന്നേരം ജനറലി സൈൻ n × 90 മൈനസ് തീറ്റയില് എന്നിന്റെ വാല്യൂ ഓഡ് ആവാം, അല്ലെങ്കിൽ ഈവൻ ആവാം. എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ സൈൻ തീറ്റ തന്നെ ആയിരിക്കും, സൈൻ തന്നെ ആയിരിക്കും വരുന്നത്. അതിന്റെ കൂടെ എന്തും കൂടെ വരും, തീറ്റയും കൂടെ വരും. അത് ഒന്നെങ്കിൽ പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഇത് എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിലാണ് n ഈസ് ഈവൻ. ഇവിടെ എന്നിന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ ആ സൈൻ മാറി എന്താവും, കോസ് ആവും. കോസ് ഓഫ് തീറ്റ ആയിരിക്കും. അത് പ്ലസ് ആകാം, അല്ലെങ്കിൽ എന്താകാം, മൈനസ് ആകാം. ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ ആർക്കെങ്കിലും? ഹലോ, ഒന്നുകൂടെ പറയാം. ഇപ്പം നമ്മളിപ്പം എക്സാമ്പിൾ പറഞ്ഞാല് സൈൻ ഞാൻ 120 ഡിഗ്രി നടക്കുന്നു, സൈൻ 120 ഡിഗ്രി. ഓക്കെ, ഇതിന്റെ വാല്യൂ ഞാൻ ഡയറക്റ്റ് നിങ്ങൾ ആ ടേബിളിനകത്ത് പറഞ്ഞില്ലായിരുന്നു. കാരണം സൈൻ 120 ഡിഗ്രി എന്ന് പറയുന്നത് എന്തല്ല, ഒരു സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ലാത്തതുകൊണ്ട് സൈൻ 120 ഡിഗ്രി ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഈ സൈൻ 20 ഡിഗ്രിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ ചോദിച്ചാല് നമുക്കറിയാം സൈൻ 120 ഡിഗ്രി ഈക്വൽ ടു, ഇത് ഏതെങ്കിലും ഒരു ജനറൽ ആംഗിളുമായിട്ട് റിലേഷൻ കാണുമായിരിക്കും. 120 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ജനറൽ ആംഗിളുമായിട്ട് റിലേഷൻ ഉണ്ട്, 30 ഡിഗ്രി ആയിട്ട് റിലേഷൻ ഉണ്ട്. കാരണം 90 + 30 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 120 കിട്ടും. അന്നേരം ഈ 120 ഡിഗ്രിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ ഓഫ് 90 + 20 ഡിഗ്രി 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അന്നേരം 90 + 30 ഡിഗ്രി എന്തിനാണ്, 120 ഡിഗ്രി എന്നാണ്. അന്നേരം ഇവിടെ വന്നിരിക്കുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 അല്ലേ? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു സൈൻ n × 90 മൈനസ് തീറ്റ ആണെങ്കിൽ ആ n ഈവൻ ആണെങ്കിൽ സൈൻ തന്നെ ആയിരിക്കും ആംഗിൾ വരുന്നത്. n ഓഡ് ആണെങ്കിൽ സൈൻ മാറി എന്താകും എന്ന് പറഞ്ഞായിരുന്നു, കോസ് ആവും എന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം ഇവിടെ 90 ഓഡ് മൾട്ടിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. അന്നേരം സൈൻ മാറി എന്താവും, കോസ് ആവും. ആ തീറ്റയ്ക്ക് വ്യത്യാസമില്ല, എന്ത് തന്നെ ആയിരിക്കും, കോസ് 30 തന്നെ ആയിരിക്കും. പക്ഷെ ഈ 120 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കണം. 120 ഡിഗ്രി ഏത് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്. കാരണം 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ്, 180യേക്കാളും കുറവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം ഓൾ സിൽവർ ടീക്കപ്പ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കോസ് 30യുടെ വാല്യൂ നമുക്കറിയാം, കോസ് 30യുടെ വാല്യൂ എന്താണ്, √3 / 2. അന്നേരം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് ചോദിച്ചോ, 90 + തീറ്റ എന്നുള്ള ഫോമിലല്ലേ സാർ എഴുതി? ആദ്യം പറഞ്ഞ 90 - 120 ആകുമ്പോൾ നെഗറ്റീവ് അല്ലേ സർ? 90 മൈനസ് തീറ്റ ആയാലും വരാം, പ്ലസ് തീറ്റ വരാം. അത് പ്രശ്നമില്ല. ഞാനിപ്പോ ജനറൽ എക്സാമ്പിൾ 120 ഡിഗ്രി എടുത്തന്നേ ഉള്ളൂ. അല്ല, 90 ± തീറ്റ വന്നാലും കുഴപ്പമില്ല. ഇവിടെ 90 ± തീറ്റ വന്നാലും ഇവിടെ എന്തായിരിക്കും, ±
n ഈവൻ ആണെങ്കിൽ സൈൻ തീറ്റ തന്നെ ആയിരിക്കും, n ഓഡ് ആണെങ്കിൽ എന്തായിരിക്കും? കോസ് തീറ്റ തന്നെ ആയിരിക്കും. ഇവിടെ n 1 ആണോ സാർ? ഇവിടെ n 1 ആണ്. അതുകൊണ്ട് എന്താണ് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ അല്ലേ? വെറും 90 എന്ന് പറഞ്ഞാൽ 90യുടെ എന്താണ്? ഓഡ് മൾട്ടിപ്പിൾ ആണ്. അന്നേരം 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സൈൻ മാറി അതിന്റെ കോ ഫംഗ്ഷൻ ആവും. സൈനിന്റെ കോ ഫംഗ്ഷൻ എന്താണ്? കോസ് ആണ്. അല്ല, അപ്പൊ ഇപ്പൊ 180 ആണെങ്കിലാണ് ഇപ്പൊ 2 × 90 പ്ലസ് അതെ. ഇപ്പൊ 180 വരുന്ന ഒരു ആംഗിൾ എടുത്താല് 180 പ്ലസ് 30 നമുക്കറിയാം 210 ആണ്. അന്നേരം സൈൻ 210 ഡിഗ്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ അടുത്തുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾ 180 ഉണ്ട്. അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ ഓഫ് 180 പ്ലസ് എന്താ എഴുതാൻ പറ്റും? 30 ഡിഗ്രി എഴുതാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്നത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്, അല്ല ഈവൻ മൾട്ടിപ്പിൾ ആണ്. അന്നേരം 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സൈനിന്റെ കോ ഫംഗ്ഷൻ എടുക്കേണ്ട കാര്യമില്ല, സെയിം ട്രിഗണോമെട്രിക് റേഷ്യോ തന്നെ ആയിരിക്കും. എന്നിട്ട് സൈൻ 30 ഡിഗ്രി എഴുതും. ഇനി ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന സൈൻ ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കും. 210 എന്ന് പറയുന്നത് എത്രാമത്തെ ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കും? നെഗറ്റീവ് കൊടുക്കും. അന്നേരം സൈൻ 30 ഡിഗ്രി എന്താണ്? 1/2 ആണ്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? -1/2 ആയിരിക്കും. ഓക്കെ. അന്നേരം എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസിനും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓഡ് മൾട്ടിപ്പിൾ ജനറലി സൈനോ അല്ലെങ്കിൽ കോസോ എന്ത് ആംഗിൾ ആണെങ്കിലും n × 90 ഡിഗ്രി പ്ലസ് ഓർ മൈനസ് തീറ്റ വന്നാൽ n ഓഡ് ആണെങ്കിൽ എന്തായിരിക്കും? n ഓഡ് ആണെങ്കിൽ സൈൻ മാറി എന്താവും? കോസ് ആവും, തീറ്റയാവും. അത് ക്വാഡ്രന്റ് അനുസരിച്ച് ഈ സൈൻ തീറ്റ ഏത് ക്വാഡ്രന്റിലാണോ അതിനനുസരിച്ച് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് തീറ്റ ആയിരിക്കും. ഇത് n ഓഡ് ആണെങ്കിലാണ് ഈ കേസ് വരുന്നത്. അന്നേരം n ഓഡ് ആണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിലും എന്തെടുക്കും? കോ ഫംഗ്ഷൻസ് എടുക്കും. സൈൻ ആണെങ്കിൽ കോസ് എടുക്കും, കോസ് ആണെങ്കിൽ എന്തെടുക്കും? സൈൻ എടുക്കും, ടാൻ ആണെങ്കിൽ കോട്ട് എടുക്കും, കൊസീക്ക് ആണെങ്കിൽ സീക്ക് എടുക്കും. അന്നേരം ഇവിടെ ഒരു ലാർജ് ആംഗിൾസ് വരുമ്പോൾ ആ ലാർജ് ആംഗിൾസിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് നോക്കാം. അന്നേരം ഇപ്പം വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് 390 എടുത്താൽ 390 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 360 പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അന്നേരം 360 പ്ലസ് 30 ഡിഗ്രി ആണെങ്കിൽ ഈ 360 എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. അന്നേരം ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അത് രണ്ടാമത് നോക്കേണ്ട എന്താണ്? അത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കും. ആ ആംഗിൾ 390 എന്ന് പറയുന്നത് ആംഗിൾ ഏത് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. കാരണം ഒരു ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോൾ 360 ഡിഗ്രി ആവും. ഒരു ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോൾ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ഓക്കെ. അന്നേരം ലാർജ് ആംഗിൾസ് വരുമ്പോൾ ഒരു ഫുൾ റെവല്യൂഷൻ വെച്ചിട്ട് കൗണ്ട് ചെയ്യുക. ഫുൾ റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഡബിൾ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 720 ഡിഗ്രിയാണ്. അന്നേരം സ്റ്റാൻഡേർഡ് ആംഗിൾസ് വരുമ്പോൾ 360, 180 ഒക്കെ 720 ഡിഗ്രി ഒക്കെ എന്താണ്? ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. അന്നേരം സെയിം ട്രിഗണോമെട്രിക് റേഷ്യോസ് തന്നെ ആയിരിക്കും എടുക്കേണ്ടത്. പക്ഷേ ആ ട്രിഗണോമെട്രിക് ആംഗിൾ ഏത് ക്വാഡ്രന്റ് ആണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ആ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂ എന്താവും? ഒന്നുകിൽ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ എന്താവും? നെഗറ്റീവ് ആവും. അന്നേരം അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൈനും അതിന്റെ റെസിപ്രോക്കലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ ടാനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിലോ കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഈ കൺസെപ്റ്റ് ട്രിഗണോമെട്രിക് ആംഗിൾസിന്റെ ലാർജ് വാല്യൂസ് തന്നാൽ അതിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഏറ്റവും അടുത്തുള്ള ആംഗിളല്ലേ എടുക്കേണ്ടത്? ഏറ്റവും ഇപ്പം സൈൻ 210 എഴുതിയില്ലേ, അതിന് 270 മൈനസ് 60 എടുക്കാലോ? രണ്ട് രീതിയിൽ എടുക്കാം. ഇതിനെ സൈൻ 270 മൈനസ്, എനിക്ക് വേണമെങ്കിൽ സൈൻ അതിന് 270 മൈനസ് 60 ഡിഗ്രി എന്ന് എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? സൈൻ 180 പ്ലസ് എന്താന്ന് എടുക്കാൻ പറ്റും? 30 എന്ന് എടുക്കാം. അന്നേരം ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ 270 ആണ് വന്നിരിക്കുന്നത്. അന്നേരം 270 ആണെങ്കിൽ നമുക്കറിയാം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 ആണ് വന്നിരിക്കുന്നത്. അന്നേരം സൈൻ മാറി എന്താവും? അതിന്റെ കോ ഫംഗ്ഷൻ ആവും. അന്നേരം കോസ് ഓഫ് ആംഗിൾ 60 ഡിഗ്രി ആവും. ഓക്കെ. ഇനി 210 ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കും. 210 ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്.
അന്നേരം മൈനസ് കോസ് 60 ആയിരിക്കും, ഈക്വൽ ടു എന്തായിരിക്കും, -1/2 ആയിരിക്കും. ഇവിടെ 180 പ്ലസ് 30 എടുത്താൽ 180 എന്ന് പറയുന്നത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് സൈൻ അത് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ട്രിഗണോമെട്രി റേഷ്യോ മാറത്തില്ല. 30 ഡിഗ്രി കൊടുത്ത് ഇത് ആംഗിൾ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് എന്ത് കൊടുത്ത്, ഞാൻ നെഗറ്റീവ് കൊടുത്ത്. അതിന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും, -1/2 തന്നെ ആയിരിക്കും. ഓക്കെ, അന്നേരം നമ്മൾ എടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഏറ്റവും അടുത്തുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ പ്ലസ് ഓർ മൈനസ് തീറ്റ എടുക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പം സൈൻ 120 ആണെങ്കിൽ 60 + 60 എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം സൈൻ 120 ആണെങ്കിൽ 60 + 60 എടുക്കാൻ പറ്റത്തില്ല. കാരണം 90 ഡിഗ്രിയുടെ മിനിമം 90 ഡിഗ്രിയോ അതിന്റെ മൾട്ടിപ്പിളോ വെച്ചിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണം. ഒരു ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ആംഗിൾ വേണം, 90 ഡിഗ്രി വേണം. 60 എടുത്താൽ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം തീറ്റയുടെ കൂടെ ഞാൻ 60 ആഡ് ചെയ്താൽ ചിലപ്പോൾ അത് എവിടെ തന്നെ ആയിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അന്നേരം മിനിമം ആംഗിൾ എന്തായിരിക്കും, 90 ആഡ് ചെയ്താലേ അതിന്റെ വാല്യൂസ് അതിന്റെ ട്രിഗണോമെട്രി റേഷ്യോ എന്ത് ചെയ്യത്തുള്ളൂ, ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ സാർ. ഓക്കെ, അന്നേരം ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് എന്ന് തന്നിട്ടുണ്ട്. അന്നേരം ആ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. കോസ് തീറ്റ ഈക്വൽ ടു -1/√2 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ അവര് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഓൾ വാല്യൂസ് ഓഫ് തീറ്റ ബിറ്റ്വീൻ 0 and 2π. 0 and 2π എന്ന് പറഞ്ഞാൽ എന്താണ്, 0ക്കും 360ക്കും ഇടയ്ക്കുള്ള എല്ലാ പോസിബിൾ ആംഗിൾസും, ആ ട്രിഗണോമെട്രി റേഷ്യോ വരുന്ന എല്ലാ പോസിബിൾ ആംഗിൾസും വേണം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് എന്നാണ്. സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ്. ഓക്കെ, സൈൻ തീറ്റ നോർമലി ഹാഫ് വരുന്നത് എവിടാണ്, സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നോക്ക്, ഇത് ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളാണ് എനിക്ക് കിട്ടിയത് 30 ഡിഗ്രി. പക്ഷെ എനിക്ക് എവിടെ തൊട്ട് എവിടെ വരെ വേണം, 0 മുതൽ 2π വരെ വേണം. ഓക്കെ, അന്നേരം ഈ സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് വരുന്നത് പോസിറ്റീവ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പോസിറ്റീവ് വരുന്നത്, സൈൻ തീറ്റ പോസിറ്റീവ് വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ, സൈൻ തീറ്റ പോസിറ്റീവ് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ 30 ഡിഗ്രി ഉൾപ്പെടുന്ന ഒരു ട്രയാങ്കിൾ വരച്ചില്ല. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോസിറ്റീവ് ആയിരിക്കും, അഡ്ജസന്റ് സൈഡ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇതേപോലെ ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിലും സെയിം ഒരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഇവിടെ ഞാൻ ഒരു 30 ഡിഗ്രി എടുത്താലേ ഇവിടുത്തെ സൈൻ 30 ഡിഗ്രി എന്തായിരിക്കും വരുന്നത്, പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും, ആംഗിൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നായിരിക്കും ആംഗിൾ മെഷർ ചെയ്യുന്നത്. എപ്പോഴും ബേസ് എന്ന് പറയുന്നത്, ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ 2 ലൈൻസ് വേണം നമുക്കറിയാം. ഒരെണ്ണം ഫസ്റ്റ് ലൈനും വരും, രണ്ടാമത്തത് റേഡിയസ് വെക്ടർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഈ ഫസ്റ്റ് റേഡിയസ് ലൈൻ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം, ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് എക്സ് ലൈൻ ആയിരിക്കണം. അന്നേരം ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഈ 30 ഡിഗ്രി മെഷർ ചെയ്യണമെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ മെഷർ ചെയ്യണം, ഈ ലൈനിന്റെ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ മെഷർ ചെയ്യണം, ഇവിടം തൊട്ട് ഇവിടം വരെ മെഷർ ചെയ്യണം. ഒന്നുകൂടെ പറയാം, സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഓപ്പോസിറ്റ് സൈഡ് 1ഉം ഹൈപ്പോട്ടന്യൂസ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/2 കിട്ടും. ഇതുപോലെ സൈൻ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ സെയിം ട്രയാങ്കിൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരച്ചാലും അവിടെ ഓപ്പോസിറ്റ് സൈഡ് പോസിറ്റീവ് ആയിരിക്കും, ഹൈപ്പോട്ടന്യൂസ് പോസിറ്റീവ് ആയിരിക്കും. അന്നേരം അവിടെ ഒരു 30 ഡിഗ്രി വരച്ചാലും ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ സൈൻ 30 എന്തായിരിക്കും, 1/2 ആയിരിക്കും. പക്ഷെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. അന്നേരം ഈ ലൈനിന്റെ ആംഗിൾ ആണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. അന്നേരം ഈ ലൈനിന്റെ ആംഗിള് ഇവിടം മുതൽ ഇവിടം വരെ മെഷർ ചെയ്താൽ എത്ര ആയിരിക്കും കിട്ടുന്നത്, ഇവിടം മുതൽ ഇവിടം വരെ 30 ഡിഗ്രി ആണ്. അന്നേരം ബാക്കി എത്ര ആയിരിക്കും, 180 മൈനസ് 30 ഡിഗ്രി ഈക്വൽ ടു എന്തായിരിക്കും, 150 ഡിഗ്രി ആയിരിക്കും. അന്നേരം സൈൻ തീറ്റ 1/2 വരുന്നത് ഏതൊക്കെ ആംഗിളാണ്, 30 ഡിഗ്രിയിലും വരും, 150 ഡിഗ്രിയിലും വരും. ജനറലി ഓർത്തിരിക്കുക, സൈൻ തീറ്റ ഈക്വൽ ടു സെയിം വാല്യൂ വരുന്നത് തീറ്റയിലും 180 മൈനസ് തീറ്റയിലും ആയിരിക്കും. ഓക്കെ, 0 to 2π ഇടയ്ക്കാണ് പറഞ്ഞത്. സൈൻ തീറ്റ ഈക്വൽ ടു ഒരു സെയിം വാല്യൂ വരുന്നത്
എവിടെ ആയിരിക്കും? തീറ്റയിലും 180 മൈനസ് തീറ്റയിലും ആയിരിക്കും. കാരണം സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ സെയിം കേസ് ടാൻ തീറ്റ തന്നിട്ടുണ്ട്. ടാൻ തീറ്റ ഈക്വൽ ടു 1 എന്ന്. അതായത് ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കറിയാം ടാൻ തീറ്റയുടെ ഏറ്റവും സിമ്പിൾ, ഏറ്റവും ചെറിയ ആംഗിൾ 1 വരുന്നത് ഏത് ആംഗിളിലാണ്? 45 ഡിഗ്രി. ഏറ്റവും ചെറിയ ആംഗിൾ വരുന്നത് 45 ഡിഗ്രിയിലാണ്. ടാൻ 45 ഡിഗ്രി നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ടാൻ 45 ഡിഗ്രി ഓപ്പോസിറ്റും അഡ്ജസന്റും 1 ആയിട്ട് വരും, അല്ലെങ്കിൽ റേഷ്യോ സെയിം ആയിട്ട് വരും. അതുകൊണ്ട് ടാൻ 45 എന്തായിരിക്കും? 1 ആയിരിക്കും. അന്നേരം ഫസ്റ്റ് ആംഗിൾ കിട്ടി. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റയുടെ ഫസ്റ്റ് ആംഗിൾ കിട്ടി, 45 ഡിഗ്രി കിട്ടി. ഇനി നമുക്കറിയാം ടാൻ പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ടാൻ പോസിറ്റീവ് ആയിട്ട് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ സെയിം ഒരു ട്രയാങ്കിൾ വരച്ചാൽ അത് എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? സെയിം ലൈൻ വരച്ചാൽ ആ ലൈൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ആ ലൈനിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് സെയിം നെഗറ്റീവ് ആയിരിക്കും, അഡ്ജസന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അന്നേരം ഇത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അന്നേരം പക്ഷെ ഈ ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഈ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എനിക്ക് കിട്ടേണ്ടത്. ഈ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ എവിടെ നിന്നായിരിക്കണം മെഷർ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. അന്നേരം ഇത്രയും ആംഗിൾ മെഷർ ചെയ്താൽ ഇവിടെ എന്തായാലും 45 ഡിഗ്രി ആയിരിക്കും. അന്നേരം ടോട്ടൽ ആംഗിൾ ഈക്വൽ ടു എന്തായിരിക്കും? 180 പ്ലസ് 45 ഡിഗ്രി ആയിരിക്കും. 180 പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? 225 ഡിഗ്രി. അന്നേരം ജനറലി ഓർത്തിരിക്കുക, ടാൻ ഓഫ് ആംഗിൾ ഈക്വൽ ആയിട്ട് വരുന്നത് തീറ്റയിലും 180 പ്ലസ് തീറ്റയിലും ആയിരിക്കും. ഓക്കെ, കാരണം തേർഡ് ക്വാഡ്രന്റ് വരണമെങ്കിൽ 180 പ്ലസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അന്നേരം കോസ് തീറ്റയുടെ ആൻസർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓൾറെഡി നെഗറ്റീവ് ആണ്. അന്നേരം നെഗറ്റീവ് വരുന്ന വേറൊരു ക്വാഡ്രന്റ് തന്നെ ആയിരിക്കും ആൻസർ. അന്നേരം മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞ കോസ് തീറ്റ ഈക്വൽ ടു ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. കോസ് തീറ്റ ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ √2 എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. കോസ് തീറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? കോസ് തീറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കോസ് ഏത് ക്വാർട്ടറിലായിരിക്കും വരുന്നത്? ഒന്നുകിൽ സെക്കൻഡിലായിരിക്കും, അല്ലെങ്കിൽ എവിടെ ആയിരിക്കും? തേർഡിലായിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം സെക്കൻഡിലോ തേർഡിലോ വരുന്ന ഏതോ ഒരു ആംഗിളാണ് -1 ബൈ √2 വരുന്നത്. ജനറലി -1 ബൈ √2 വരുന്നത് ഏത് ആംഗിളാണ്? 1 ബൈ √2 വരുന്നത് ഇതിന്റെ നെഗറ്റീവ് സൈൻ ഇല്ലാണ്ട് പോസിറ്റീവ് എടുത്താൽ 1 ബൈ √2 വരുന്നത് ഏത് ആംഗിളാണ്? 1 ബൈ √2 വരുന്നത് 45 ഡിഗ്രിയിലാണ്. അതെ, അന്നേരം 45 ഡിഗ്രി ആയിരിക്കണം ആംഗിൾ മേക്ക് ചെയ്യുന്നത്. 45 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ വരച്ചാലും ആംഗിൾ മേക്ക് ചെയ്യുന്നത് എത്ര ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അന്നേരം ഇവിടെ ആംഗിൾ കിട്ടി. ആംഗിൾ കിട്ടിയാൽ സെക്കൻഡ് ഡിഗ്രിയും തേർഡ് ഡിഗ്രി, സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും ആണ്. സെക്കൻഡ് ക്വാർട്ടറിലെ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് തീറ്റ എടുത്താൽ മതി. അന്നേരം 180 മൈനസ് 45 ഡിഗ്രി. തേർഡ് ക്വാഡ്രന്റ് കിട്ടാൻ എന്ത് എടുത്താൽ മതി? 180 പ്ലസ് 45 ഡിഗ്രി എടുത്താൽ മതി. ഓക്കെ, അന്നേരം ഏതൊക്കെയായിരിക്കും ആംഗിൾസ്? 135 ഡിഗ്രി ആൻഡ് 225 ഡിഗ്രി ആയിരിക്കും. അന്നേരം ഇങ്ങനെ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ ട്രിഗണോമെട്രി റേഷ്യോസ് ഏതൊക്കെ ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ആണെങ്കിൽ സൈൻ എടുത്താൽ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഏതൊക്കെ ആംഗിൾ ഏതൊക്കെ ആയിരിക്കും? ആ തീറ്റയിലും ആയിരിക്കും, 180 മൈനസ് തീറ്റയിലും ആയിരിക്കും. ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ആംഗിൾസ് എവിടെയൊക്കെ ആയിരിക്കും? ടാൻ ആ ഓൾ സിൽവർ ടീ കപ്പില് ടാൻ പോസിറ്റീവ് ആയിട്ട് വരുന്നത് എവിടെയാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. അന്നേരം ആംഗിൾ എവിടെയൊക്കെ ആയിരിക്കും? തീറ്റയിലും 180 പ്ലസ് തീറ്റയിലും ആയിരിക്കും. കോസ് പോസിറ്റീവ് ആണെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും? കോസ് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റയിലും 360 മൈനസ് തീറ്റ അല്ലെങ്കിൽ 270 പ്ലസ് തീറ്റയിലായിരിക്കും. കാരണം ഇവിടെ ആയിരിക്കും ആംഗിൾ നിൽക്കുന്നത്. കോസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എവിടെ ആയിരിക്കും നിൽക്കുന്നത്? ഫോർത്ത് ക്വാർട്ടറിലായിരിക്കും. ഫോർത്ത് ക്വാർട്ടറിലെ ആംഗിൾ നമുക്ക് ഒന്നെങ്കിൽ 360 മൈനസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 270 പ്ലസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പം സൈനിന്റെ ആംഗിൾസ് സൈൻ തീറ്റ ഈക്വൽ ടു സെയിം വാല്യൂ വന്നാൽ, അപ്പൊ ഞാൻ ആ വാല്യൂവിനെ ഞാൻ എ എന്നെടുത്ത് സൈൻ തീറ്റ ഈക്വൽ ടു എ. സൈൻ തീറ്റ ഈക്വൽ ടു എ പോസിറ്റീവ് ആണെങ്കിൽ അത് എവിടേക്കായിരിക്കും വരുന്നത്? ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിൽ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും, ഇതെന്തായിരിക്കും? ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും?
180 മൈനസ് തീറ്റ ആയിരിക്കും. ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അന്നേരം സൈൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇപ്പൊ സൈൻ തീറ്റ നെഗറ്റീവ് ആണെങ്കിലോ, സൈൻ തീറ്റ മൈനസ് എ ആണെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ മൈനസ് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ്. അന്നേരം ലൈൻ ഇങ്ങനെ വരച്ചാൽ മതി. ഒരു ലൈൻ ഞാൻ തേർഡ് ക്വാഡ്രന്റിലും വരച്ചു, ഫോർത്ത് ക്വാഡ്രന്റിലും വരച്ചു. ഈ ലൈനിന്റെ ആംഗിൾ കിട്ടണമെങ്കിൽ എത്രയും മെഷർ ചെയ്യണം? ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്യണം. ഓക്കെ, ഈ ലൈനിന്റെ ആംഗിൾ കിട്ടണമെങ്കിൽ എവിടുന്ന് മെഷർ ചെയ്യണം? ഇത്രയും മെഷർ ചെയ്യണം. അല്ലെങ്കിൽ 360 മൈനസ് തീറ്റ എടുത്താലും മതി. ഓക്കെ, അന്നേരം ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായാലും തീറ്റ ആയിരിക്കും. അന്നേരം ഇവിടുന്ന് ഇത്രയുള്ള ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 180 പ്ലസ് തീറ്റ എടുത്താൽ മതി. ഓക്കെ, ഈ ആംഗിൾ എന്തായാലും തീറ്റ ആയിരിക്കും. അന്നേരം ഇവിടുന്ന് ഇത്രയുള്ള ടോട്ടൽ ആംഗിൾ എടുക്കാൻ ഒന്നുകിൽ 270 പ്ലസ് തീറ്റ എടുത്താൽ മതി, അല്ലെങ്കിലോ 360 മൈനസ് തീറ്റ എടുത്താൽ മതി. അന്നേരം ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഏതൊക്കെ ക്വാഡ്രന്റിൽ ഏതൊക്കെ ട്രിഗണോമെട്രി റേഷ്യോസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ആ ക്വാഡ്രന്റ് അനുസരിച്ച് ആ ക്വാഡ്രന്റിൽ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും നമുക്ക് ഡയറക്ട്ലി കിട്ടുന്നത്. പക്ഷെ നമുക്ക് ആംഗിൾ വേണ്ടത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നായിരിക്കും. അന്നേരം ആ ആംഗിൾ എങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ചിലപ്പോൾ 180 മൈനസ് തീറ്റ ആയിരിക്കും, 180 പ്ലസ് തീറ്റ ആയിരിക്കും, 270 മൈനസ് തീറ്റ അല്ലെങ്കിൽ 270 പ്ലസ് തീറ്റ. അന്നേരം ആ മെത്തേഡിലായിരിക്കും. അന്നേരം ഇതിന്റെ ഹയർ ഡിഗ്രീസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അന്നേരം അത് ഏത് ക്വാഡ്രന്റ് ആണ്, ആ ക്വാഡ്രന്റില് സൈനും കോസും ടാനും എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതെ, തീറ്റ എപ്പോഴും എക്സ് ആക്സിസിനെ മെഷർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കണം. ഡീഫോൾട്ട് കേസിൽ നമ്മളൊരു ആംഗിൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും? പോസിറ്റീവ് എക്സ് ആക്സിസ് നിന്നായിരിക്കും മെഷർ ചെയ്യുന്നത്. അതല്ല, ഇപ്പൊ നമ്മൾ തേർഡ് ക്വാഡ്രന്റില് ഒരു ലൈൻ വരച്ചപ്പോ, ഒറിജിനൽ ഒരു ലൈൻ വരച്ചപ്പോ അതിന്റെ തീറ്റ മെഷർ ചെയ്തത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിരുന്നല്ലോ. അല്ല, ആ തീറ്റ ഞാൻ ജസ്റ്റ് അവിടെ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ആക്ച്വൽ ആംഗിൾ ഞാൻ മെഷർ ചെയ്ത് എവിടെ നിന്നായിരുന്നു? ആക്ച്വൽ ആംഗിൾ മെഷർ ചെയ്ത് എവിടെ നിന്നായിരുന്നു? പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചത്, ഇപ്പോ ഈ തേർഡ് ക്വാഡ്രന്റില് നമ്മൾ എക്സ് ആക്സിസിന് തീറ്റ മെഷർ ചെയ്തതിന് പകരം നമ്മൾ ഈ വൈ ആക്സിസിന് തീറ്റ മെഷർ ചെയ്യാൻ അങ്ങനെയുണ്ടോ? അങ്ങനെ സാധ്യത? അങ്ങനെ മെഷർ ചെയ്യാം. വൈ ആക്സിസിൽ നിന്ന് കിട്ടിയാല്, വൈ ആക്സിസിൽ നിന്ന് ഇപ്പം ഞാൻ ഇവിടെ 5 എന്ന് കൊടുത്ത്, അന്നേരം എനിക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അന്നേരം ഇതാണ് 5 കിട്ടിയത്. അന്നേരം ഇവിടുന്ന് ടോട്ടൽ ആംഗിൾ നമുക്കറിയാം 270 ആണ്. 270. അന്നേരം 270 മൈനസ് 5 എടുത്താലും എന്ത് തന്നെ കിട്ടും? 180 പ്ലസ് തീറ്റ തന്നെ കിട്ടും. അന്നേരം ഒന്നുകിൽ വൈ ആക്സിസിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം? എക്സ് ആക്സിസിൽ നിന്ന് എടുക്കാം. പക്ഷെ ട്രിഗണോമെട്രി റേഷ്യോസ് മിക്കവാറും എടുക്കുന്നത് എവിടുന്നാണ്? എക്സ് ആക്സിസ് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അത് നമ്മളുടെ കൺവീനിയൻസ് ആണ്. ഇവിടെ 5 മെഷർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും എക്സ്, അഡ്ജസന്റ് സൈഡ് ആയിരിക്കും വൈ. തിരിച്ച് എക്സ് ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ, ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ അഡ്ജസന്റ് സൈഡ് എക്സ് തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് എന്ത് തന്നെ ആയിരിക്കും? വൈ തന്നെ ആയിരിക്കും. അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല അവിടെ. സാർ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ക്വസ്റ്റ്യനില് പൈ ബിറ്റ്വീൻ പൈ ആൻഡ് 2π എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? അപ്പൊ നമ്മളിപ്പോ പൈ വെച്ച് തുടങ്ങിയ ആദ്യം? ഇപ്പം എല്ലാ ആംഗിൾസിലും പൈ 2π തരണമെന്നില്ല. കാരണം പൈ 2πയില് സൈൻ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അത് തരുന്ന ട്രിഗണോമെട്രി റേഷ്യോസ് പോലെ ഇരിക്കും. ഇപ്പം സൈൻ തീറ്റ ഈക്വൽ ടു -1/2 തരുന്നു. -1/2. അന്നേരം ഫൈൻഡ് ദ ആംഗിൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ പൈക്കും 2πക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ പോലും നമുക്കറിയാം സൈൻ തീറ്റ നെഗറ്റീവ് വരുന്നത് തേർഡിലും ഫോർത്തിലും ആയിരിക്കും. അന്നേരം തരുന്ന വാല്യൂസ് അനുസരിച്ചിരിക്കും. അന്നേരം പൈ 2π എന്ന് എടുത്ത് അങ്ങനെ പറയാറില്ല മിക്കവാറും കേസിൽ. സൈൻ തീറ്റ പ്ലസ് ഹാഫ് ആണെങ്കിൽ മിക്കവാറും ഒരു ഫുൾ ടൈം പീരീഡിലായിരിക്കും, അല്ലെങ്കിൽ ഫുൾ റെവല്യൂഷനിലായിരിക്കും മിക്കവാറും തരുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് അക്യൂട്ട് ആംഗിൾ എന്ന് തന്നാലും 90 ഡിഗ്രിക്ക് താഴെ ഉള്ളത്, അല്ലെങ്കിൽ ഫൈൻഡ് ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് തരും. അന്നേരം 90 ഡിഗ്രിക്ക് അബോവ് ഉള്ളത്. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഓഫ് നെഗറ്റീവ് ആംഗിൾസ്. നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ് ആംഗിളിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നെഗറ്റീവ് ആംഗിൾസ് വന്നാൽ അതിന്റെ ട്രിഗണോമെട്രി റേഷ്യോസ് എന്താവും എന്നാണ്. സൈൻ ഓഫ് നെഗറ്റീവ് ആംഗിൾ ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് സൈൻ തീറ്റ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗിളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ ട്രിഗണോമെട്രി റേഷ്യോ ഓഫ് ആംഗിൾ കണ്ടിട്ട് പുറത്ത് എന്ത് കൊടുത്താൽ മതി? ഒരു നെഗറ്റീവ് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? കോസ് തീറ്റ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കോസിന്റെ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ ട്രിഗണോമെട്രി റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സൈൻ നെഗറ്റീവ് വന്ന് കോസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന് റേഷ്യോ എടുക്കുമ്പോൾ അഡീഷണലി എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. അതുകൊണ്ട് ടാൻ ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും? മൈനസ് ടാൻ തീറ്റ ആയിരിക്കും. അന്നേരം ഈ കോസ് ഓഫ് മൈനസ് തീറ്റ മാത്രം ഓർത്തിരിക്കുക. കോസ് ഓഫ് മൈനസ് തീറ്റ എല്ലാം ഇപ്പോഴും എന്തായിരിക്കും? കോസ് തീറ്റ തന്നെ ആയിരിക്കും. കാരണം കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ട്രിഗണോമെട്രി റേഷ്യോസ് തമ്മിലുള്ള റിലേഷൻസ് ആണ് ഐഡന്റിറ്റീസ്. ഫസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ നോക്ക്, സൈനിന്റെയും കോസിന്റെയും സെയിം ആംഗിൾ ആണ്. രണ്ടിടത്തും തീറ്റ തന്നെയാണ്. രണ്ടിടത്തും സെയിം ആംഗിൾ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതുപോലെ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഫസ്റ്റ് ഇക്വേഷന് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് ഇക്വേഷനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ബേസിക് ഇക്വേഷൻ. സൈൻ സ്ക്വയർ ആൻഡ് ആംഗിൾ പ്ലസ് കോസ് സ്ക്വയർ ദ സെയിം ആംഗിൾ ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും ഫോർ എനി ആംഗിൾ തീറ്റ. ഓക്കെ, അന്നേരം ഇത് ഈ ട്രിഗണോമെട്രി റേഷ്യോസ് ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രിഗണോമെട്രി റേഷ്യോ ഫസ്റ്റ് ട്രിഗണോമെട്രി റേഷ്യോസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ട്രിഗണോമെട്രി റേഷ്യോയെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ട്രിഗണോമെട്രി റേഷ്യോ കിട്ടും. ഫസ്റ്റ് ട്രിഗണോമെട്രി റേഷ്യോനെ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ട്രിഗണോമെട്രി റേഷ്യോ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുലാസ്. ഇതിനപ്പം പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ എടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് കുറെ ടൈം എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ആംഗിൾസ്. ഇത് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. സൈൻ ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി. ഇവിടെ എ ആൻഡ് ബി ആർ ആംഗിൾസ് ആണ്. സൈൻ എ പ്ലസ് ബി വരാം, അല്ലെങ്കിൽ സൈൻ എ മൈനസ് ബി വരാം. അന്നേരം ഈ കൺസെപ്റ്റും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡേർഡ് അല്ലാത്ത ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ സൈൻ ഓഫ് എ മൈനസ് ബി വന്നാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. സൈൻ ഓഫ് എ പ്ലസ് ബി വന്നാൽ സൈൻ ഓഫ് എ മൈനസ് ബി വന്നാൽ ഇക്വേഷൻ എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. സൈൻ ആംഗിൾ കോസ് ആംഗിൾ പ്ലസ് കോസ് ആംഗിൾ സൈൻ ആംഗിൾ, അല്ലെങ്കിൽ സൈൻ ആംഗിൾ കോസ് ആംഗിൾ മൈനസ് കോസ് ആംഗിൾ സൈൻ ആംഗിൾ ആയിരിക്കും. ഓക്കെ, അന്നേരം എയും ബി എന്ന് പറയുന്ന ആംഗിൾ സൈനും കോസിനും കൊടുക്കുന്നത് സൈൻ ഓഫ് എ പ്ലസ് ബി ആണെങ്കിൽ അതിന്റെ മിഡിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. എ മൈനസ് ബി ആണെങ്കിൽ മിഡിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അന്നേരം സൈനിന്റെ ഫോർമുല വളരെ ഈസിയാണ്. കോസിന്റെ ആംഗിൾ കിട്ടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. കോസ് ഓഫ് എ പ്ലസ് ബി ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. കോസ് ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആയിരിക്കും. ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് തന്നെ ഇരിക്കുക. ഓക്കെ, ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് പഠിക്കാൻ പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നുമില്ല. സൈൻ ഓഫ് സം ഓഫ് ആംഗിളും ഡിഫറൻസ് ഓഫ് ആംഗിളും, അതാണ് കോസ് ഓഫ് സം ഓഫ് ആംഗിളും ഡിഫറൻസ് ഓഫ് ആംഗിളും മനസ്സിലാക്കി തന്നെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓക്കെ, അന്നേരം ഇതിന്റെ റേഷ്യോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ കിട്ടും. ഫസ്റ്റ് ട്രിഗണോമെട്രി റേഷ്യോ സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ സൈൻ ബി എ കോസ് എ കോസ് ബി പ്ലസ് ഓർ മൈനസ് സൈൻ എ സൈൻ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ടാൻ ഓഫ് എ പ്ലസ് ബി ആണെങ്കിൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്ന് പറഞ്ഞാൽ സം ഓഫ് ട്രിഗണോമെട്രി റേഷ്യോ ഡിവൈഡ് ബൈ 1 മൈനസ് പ്രോഡക്റ്റ് ഓഫ് ട്രിഗണോമെട്രി റേഷ്യോ. തിരിച്ച് ടാൻ ഓഫ് എ മൈനസ് ബി ആണെങ്കിൽ ഡിഫറൻസ് ഓഫ് ട്രിഗണോമെട്രി റേഷ്യോ ഡിവൈഡ് ബൈ 1 പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ട്രിഗണോമെട്രി റേഷ്യോ. ഓക്കെ, ഇത് നേരെ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
കോട്ട് ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി കിട്ടും. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഈ ഫസ്റ്റ് 3 ഫോർമുലാസ് ഓർത്തിരിക്കുക. കോട്ടിന്റെ ഫോർമുല കിട്ടാൻ ടാനിന്റെ ഫോർമുല എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ചെയ്താൽ മതി. റിവേഴ്സ് ചെയ്തിട്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ാമത്തെ ഇക്വേഷൻ കിട്ടും. കോട്ട് എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു കോട്ട് എ കോട്ട് ബി പ്ലസ് മൈനസ് ഓർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് ഓർ മൈനസ് കോട്ട് എ. അന്നേരം ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ തന്നിട്ട് അതിന്റെ പോസിബിൾ വാല്യൂസ് ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ ബേസ് ചെയ്യുന്നത് അതിന്റെ അൺനോൺ ആയിട്ട് തരുന്നത് ആംഗിൾ ആയിരിക്കും. അതായത് ആ ആംഗിളിന്റെ വാല്യൂ ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് ആവാം, സെക്കൻഡ് ആവാം, തേർഡ് ആവാം, ഫോർത്ത് ആവാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇക്വേഷൻ അനുസരിച്ച് അതിന്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നത് കോസ് എക്സ് പ്ലസ് ഹാഫ് ഈക്വൽ ടു 0. കോസ് എക്സ് പ്ലസ് ഹാഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ. എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. ആ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ് എക്സ് പ്ലസ് ഹാഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? -1/2. കോസ് എക്സ് പ്ലസ് ഹാഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എഴുതാം കോസ് എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോസ് എക്സ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് എഴുതാം. മൈനസ് ഹാഫ്. നമുക്ക് വേണ്ടുന്ന എക്സിന്റെ വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 2π. എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഫുൾ റെവല്യൂഷനിൽ കോസ് എക്സ് മൈനസ് ഹാഫ് വരുന്ന 2 ആംഗിൾസും വേണം. 2 ആംഗിൾസിൽ സെയിം വാല്യൂ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അന്നേരം കോസ് എക്സ് നമുക്കറിയാം. കോസ് എക്സ് പ്ലസ് ഹാഫ് വരുന്നത് ഏത് ആംഗിളാണ് പ്ലസ് ഹാഫ് വരുന്നത്? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രിയിലാണ് കോസ് എക്സ് എന്ത് വരുന്നത്? പ്ലസ് ഹാഫ് വരുന്നത്. അന്നേരം ഇത് ഏതോ ഒരു ക്വാഡ്രന്റില് എന്താവും? ആ 60 ഡിഗ്രി മാറിയിട്ട് ഏതോ പർട്ടിക്കുലർ ആംഗിളിൽ -1/2 ആവും. കോസ് 60 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ കോസ് 60 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് അത് വേറെ ഏതോ ഒരു ക്വാഡ്രന്റ് ആണ്. നമുക്കറിയാം കോസ് നെഗറ്റീവ് വരുന്നത് ഏതൊക്കെ ക്വാഡ്രന്റിലാണ് കോസ് നെഗറ്റീവ് വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അന്നേരം തേർഡിൽ വരാം, അല്ലെങ്കിൽ എവിടെ വരാം? ഫോർത്തിൽ വരാം. ഓക്കെ, ഈ ആംഗിളിന് ഒരിക്കലും വ്യത്യാസമില്ല. ആംഗിൾ എവിടെ എടുത്താലും നമുക്കറിയാം ആംഗിൾ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് 2 സൈഡ്സ് ആണ്. റേഷ്യോ ഓഫ് 2 സൈഡ്. അന്നേരം ഞാൻ ഇങ്ങനെ ട്രയാംഗിൾ എടുത്താൽ ഇത് എക്സ് ഡിവൈഡഡ് ബൈ വൈ. ഈ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്ന റേഷ്യോ ഈ ട്രയാംഗിൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഏത് ക്വാഡ്രന്റിൽ കൊണ്ടിട്ടാലും എക്സ് ഡിവൈഡഡ് ബൈ വൈ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അന്നേരം 60 ഡിഗ്രിയിലാണ് ഹാഫ് വരുന്നതെങ്കിൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും നെഗറ്റീവ് ആകുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ആ ആംഗിൾ 60ക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. അന്നേരം സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിലും അത് 60 ഡിഗ്രി തന്നെ ആയിരിക്കണം. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കണം? 60 ഡിഗ്രി തന്നെ ആയിരിക്കണം. ഓക്കെ, പക്ഷെ നമുക്ക് ആംഗിൾ വേണ്ടത് എപ്പോഴും ആംഗിൾ മെഷർ ചെയ്യുന്നത് ഏത് ക്വാഡ്രന്റിൽ നിന്നാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് എക്സ് ലൈനിൽ നിന്നാണ് ആംഗിൾ മെഷർ ചെയ്യുന്നത്. അന്നേരം ഇവിടുന്ന് ഇവിടം വരെ 60 ഡിഗ്രി ആണ്. ഇത്രയും 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ലൈനിന്റെ ആംഗിൾ മെഷർ ചെയ്യാൻ ഈ ലൈനിന്റെ ആംഗിൾ ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 60 ഡിഗ്രി ഈക്വൽ ടു എന്ത് കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഓക്കെ, തിരിച്ച് ഈ ലൈനിന്റെ ആംഗിള് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്യണം. ഇവിടുന്ന് ഇവിടം വരെ മെഷർ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ 180 ആയി. അതായത് ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ 180 ആയി. പിന്നെ താഴോട്ട് എന്തുണ്ട്? ഒരു 60 കൂടെ ഉണ്ട്. അന്നേരം ആംഗിൾ ടോട്ടൽ എത്ര ആവും? 180 പ്ലസ് 60 ഡിഗ്രി ഈക്വൽ ടു എന്താവും? 240 ഡിഗ്രി ആവും. ഓക്കെ, അന്നേരം ഏതൊക്കെ ട്രിഗണോമെട്രി റേഷ്യോസ് ഏതൊക്കെ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആ പർട്ടിക്കുലർ ക്വാഡ്രന്റിൽ ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരെയുള്ള ആംഗിൾ മെഷർ ചെയ്യുക. ആ ലൈൻ വരെയുള്ള ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ആ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? അതിന്റെ പോസിറ്റീവ് ഡിഗ്രിയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നെ ആയിരിക്കും. അന്നേരം കോസ് ഹാഫ് വരുന്നത് 60 ഡിഗ്രി ആയതുകൊണ്ട് ആ ലൈൻ ആ പർട്ടിക്കുലർ ക്വാഡ്രന്റിൽ എത്ര തന്നെ ആയിരിക്കും മേക്ക് ചെയ്യുന്നത്? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിന് വ്യത്യാസമില്ല. പക്ഷെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും ആണെങ്കിൽ 180 മൈനസ് തീറ്റയും 180 പ്ലസ് തീറ്റ ആയിരിക്കും. ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഹലോ. സാറി വരച്ചതൊന്നുകൂടി പറഞ്ഞു തരാവോ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് ജനറൽ ആംഗിൾസിന്റെ റേഷ്യോ നമുക്കറിയാം. ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞാല്, അല്ല കോസ് എക്സ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ആംഗിൾ ആണ് വന്നിരിക്കുന്നത്. അന്നേരം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കും, തേർഡില് ടാൻ പോസിറ്റീവ് ആയിരിക്കും, ഫോർത്തില് കോസ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ കോസ് നെഗറ്റീവ് വന്നുകൊണ്ട് അത് എവിടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം, കോമൺ സെൻസിലൂടെ മനസ്സിലാക്കാം. സെക്കൻഡിലോ തേർഡിലോ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അന്നേരം സെക്കൻഡിലോ തേർഡിലോ ആണ് നിൽക്കുന്നത്. ഇനി ആ സെക്കൻഡിലോ തേർഡിലോ നിൽക്കുന്നത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, ഇവിടെ മൈനസ് ഹാഫിന് പകരം പ്ലസ് ഹാഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പ്ലസ് ഹാഫ് വരണമെങ്കിൽ കോസിന്റെ ഏത് ആംഗിളിലാണ് പ്ലസ് ഹാഫ് വരുന്നത്? പ്ലസ് ഹാഫ് 60 ഡിഗ്രിയിലാണ്. ആ ജനറൽ ആംഗിൾസ് മൊത്തം അറിഞ്ഞിരിക്കണം. പ്ലസ് ഹാഫ് വരുന്നത് എവിടെയാണ്? 60 ഡിഗ്രിയിലാണ്. സൈൻ ആണെങ്കിൽ എവിടെ ആയിരിക്കും? 30-യിലായിരിക്കും. ഓക്കെ, അന്നേരം പ്ലസ് ഹാഫ് 60-യിലാണ് വരുന്നത്. അന്നേരം ആ ലൈൻ ആ പർട്ടിക്കുലർ ക്വാഡ്രന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡിലും തേർഡിലും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് ആംഗിൾ വേണ്ടത് എവിടുന്നാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നാണ് ആംഗിൾ വേണ്ടത്. അന്നേരം എനിക്ക് ഇവിടുന്ന് ആ ലൈൻ വരെ വരയ്ക്കണം, അതുപോലെ ഇവിടുന്ന് രണ്ടാമത്തെ ലൈൻ വരെ വരയ്ക്കണം. ഓക്കെ, അന്നേരം ഇവിടെ ഫസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്നത്, ഈ ലൈൻ വരെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 180 മൈനസ് 60 അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ 60 ആണ്. ടോട്ടൽ 180 ആണെങ്കിൽ ആ ആംഗിൾ എത്ര ആയിരിക്കും? 180 മൈനസ് 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ വലിയ ലൈൻ വരച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെ 60 ആണ്. അന്നേരം ഇവിടുന്ന് ടോട്ടൽ ആംഗിൾ എടുക്കുമ്പോൾ 180 ആണ് ഇവിടം വരെ, ബാക്കി 60 കൂടെ ആകുമ്പോൾ എന്താവും? 180 പ്ലസ് എന്താവും? 60 ഡിഗ്രി ആവും. ജനറലി ഓർത്തിരിക്കുക, സെക്കൻഡ് ക്വാർട്ടറിൽ 180 മൈനസ് തീറ്റ ആയിരിക്കും, തേർഡ് ക്വാർട്ടറിൽ എന്തായിരിക്കും? 180 പ്ലസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 sin square x plus sin x minus 1 equal to half. 2 sin square x plus സർ sin x. ചോദിച്ചോ. സർ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് 120 ഡിഗ്രിയോ 240 ഡിഗ്രി, ആ ഡിഗ്രി കണ്ടുപിടിക്കാനാണോ ക്വസ്റ്റ്യൻ? അത് ഡിഗ്രി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോൾവ് ദ ഫോളോയിങ് 4x. ഇവിടുത്തെ അൺനോൺ ക്വാണ്ടിറ്റി എന്താണ്? എക്സ് ആണ്. സോൾവ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിലെ അൺനോൺ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അന്നേരം ഇവിടുത്തെ എക്സ് ആണ് എന്ത്? അൺനോൺ കോൺസ്റ്റന്റ്. അന്നേരം എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ആണ്. ഓക്കെ സർ, അപ്പൊ ഏത് ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി? അതെ, ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവര് 4 ഓപ്ഷൻസിലും ആംഗിൾസ് ആയിരിക്കും തരുന്നത്. ഓക്കെ സർ. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഒരു ഇക്വേഷൻ ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ് തന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സ്ക്വയർ ടേം ഉണ്ട്. സ്ക്വയർ ടേം ലീനിയർ ഇക്വേഷൻ അല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, അന്നേരം 2 sin square x plus sin x minus 1 equal to half. നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ സ്ക്വയർ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സോൾവ് ചെയ്യാൻ പറ്റില്ല. അന്നേരം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് ചെയ്യേണ്ടത്, അതിന്റെ സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും ബേസിക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോർമുല എന്താണ്? ax² പ്ലസ് bx പ്ലസ് c വേർ a നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പല മെത്തേഡ് ഉണ്ട്. അതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്, അതിനെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉണ്ട്, ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. കുറെ മെത്തേഡ്സ് ഉണ്ട്. അന്നേരം ആ മെത്തേഡ് ആണ് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ട്രിഗണോമെട്രിയിൽ തന്നാൽ അപ്ലൈ ചെയ്യേണ്ടത്. അന്നേരം ഇവിടെ ആ ട്രിഗണോമെട്രി ഫോർമുല ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സിന് ഞാനൊരു വേരിയബിൾ എന്ന് കൊടുക്കും. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഞാനൊരു വേരിയബിൾ ടി എന്ന് കൊടുത്ത് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ടി പുട്ട്, അല്ലെങ്കിൽ ലെറ്റ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? ടി എന്ന്. അന്നേരം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? 2t² പ്ലസ് ടി
സൈൻ എക്സിനാണ്, സൈൻ സ്ക്വയർ അല്ല, സൈൻ എക്സ് ഈക്വൽ ടു ടി. ഓക്കെ, താങ്ക് യു. സൈൻ എക്സ് ആണ് ടി, സൈൻ എക്സ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, ടി എന്ന് കൊടുക്കാം. ഓക്കെ, അന്നേരം ആ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറി, 2t² പ്ലസ് ടി മൈനസ് 1 ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ തന്നാല് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവോ? ഇങ്ങനൊരു ഇക്വേഷൻ തന്നാല് സർ ചോദിച്ചോ. സർ ആ സൈൻ എക്സിനെ 2 സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ആക്കി കഴിഞ്ഞാൽ വേഗത്തിൽ ഫാക്ടറൈസ് ചെയ്തൂടെ? സൈൻ എക്സിനെ 2 സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് 2 sin x മൈനസ് സൈൻ എക്സ് എന്ന് എഴുതിയാല് 2 sin x മൈനസ് സൈൻ എക്സ് എന്ന് എഴുതിയാല് പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്യാം. അവിടുന്ന് ഒരു 2 sin x കോമൺ എടുത്താല് മറ്റേ കേസിലും 2 sin x മൈനസ് 1 വരും. അന്നേരം 2 sin x മൈനസ് 1 ഹോൾ സ്ക്വയർ ആ ഫോമിൽ വരും. അതെ, വേഗത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഞാനിപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകണ്ടെന്ന് എഴുതിയിട്ട് സൈൻ സ്ക്വയർ എക്സിന് ഞാൻ ടി എന്ന് കൊടുത്ത്, അന്നേരം അത് ബേസിക് എന്തിലോട്ട് വന്ന്, ബേസിക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് വന്ന്. ഓക്കെ, അന്നേരം ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് അറിയാം മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ആദ്യത്തെ അവസാനത്തെ നമ്പറിന്റെ പ്രോഡക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അന്നേരം ഫസ്റ്റ് നമ്പറിന്റെയും ലാസ്റ്റ് നമ്പറിന്റെയും പ്രോഡക്റ്റ് എന്താണ്? -2t² ആണ് ഫസ്റ്റ് നമ്പറിന്റെ ലാസ്റ്റ് നമ്പറിന്റെ പ്രോഡക്റ്റ്. അന്നേരം അതുപോലെ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? -2t² വരണം, ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ടി വരണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ആരൊക്കെയാണ്? 2t ആൻഡ് -t. അതാണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 2 sin x മൈനസ് സൈൻ എക്സ് എന്ന് എടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, അന്നേരം ഇവിടുത്തെ ഫസ്റ്റ് ടൈമിന്റെയും ലാസ്റ്റ് ടൈമിന്റെയും പ്രോഡക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇത് ബേസിക് കാര്യമാണ്, നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. ഫസ്റ്റ് ടൈമിന്റെയും ലാസ്റ്റ് ടൈമിന്റെയും പ്രോഡക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അന്നേരം 2t² × -1 -2t² ആണ്. അത് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ ടീനെ എങ്ങനെ എഴുതാൻ പറ്റും? 2t - t എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈക്വൽ ടു 0. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ആരുണ്ട്? 2t ഉണ്ട് കോമൺ. അന്നേരം 2t കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്? t + 1 ഉണ്ട്. ഓക്കെ, ഇവിടെ -t - 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -t + 1 എന്ന് എഴുതാൻ പറ്റും, ഈക്വൽ ടു 0. ഇവിടെ രണ്ടിടത്തും ആര് കോമൺ ഉണ്ട്? രണ്ടിടത്തും t + 1 കോമൺ ഉണ്ട്. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? t + 1 × 2t - 1 ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. therefore t ഈക്വൽ ടു എന്തെന്ന് കിട്ടും? t ഈക്വൽ ടു എയ്തർ -1 ഓർ t ഈക്വൽ ടു എന്ത് കിട്ടും? -1/2 എന്ന് കിട്ടും. ഈ t എന്ന് പറയുന്നത് ആരാണ്? t എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. t എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ആ സൈൻ എക്സിലെ ഹലോ സർ, -1/2 വരും. അല്ല, ഇവിടെ +1/2 അതെ. ഓക്കെ 2t - 1 ഈക്വൽ ടു 0 ആകുമ്പോൾ t ഈക്വൽ ടു എന്താണ്? +1/2. ഓക്കെ, അന്നേരം t ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു -1. സൈൻ എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാല് അത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? സൈൻ നെഗറ്റീവ് ആവുന്നത് ഏത് ക്വാഡ്രന്റ് ആണ്? തേർഡും ഫോർത്തും. തേർഡും ഫോർത്തും ആണ്. അന്നേരം തേർഡിൽ വരുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എത്ര ഡിഗ്രി ആവും? 270 ഡിഗ്രി ആവും. 270 ഡിഗ്രി. എപ്പോഴും 1 ആൻഡ് -1 വരുന്നത് സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും 1 ആൻഡ് -1 അല്ലെങ്കിൽ 0 വരുന്നത് 90 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസിൽ തന്നെ ആയിരിക്കും. സൈൻ മൈനസ് വരുന്നത് 90 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആംഗിൾസിൽ 270 മൈനസ് ആവും. അടുത്ത 270 കഴിയുമ്പോൾ വീണ്ടും മൈനസ് ആവും. അത് 270 ഇൻക്രിമെന്റ് ചെയ്യുന്ന അനുസരിച്ച് സൈൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? -1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം സൈൻ എക്സ് -1 വരുന്നത് എക്സിന്റെ ഏത് ആംഗിളിലാണ്? 270 ഡിഗ്രിയിലാണ്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു ഹാഫ് വരുന്നത് ഏതൊക്കെ ആംഗിളിലായിരിക്കും? സൈൻ എക്സ് ഈക്വൽ ടു ഹാഫ് വരുന്നത് ഏത് ആംഗിളിലായിരിക്കും? 30. π/6 അല്ലെങ്കിൽ 30 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇവിടെ ആക്ച്വലി 1/2 മാത്രമേ ഉള്ളൂ ഇത് വരുന്നത്. 30 ഡിഗ്രിയിലും വരാം, സെക്കൻഡ് ക്വാർട്ടറിലും വരാം. ഇപ്പൊ ഞാൻ ഒരു ബേസിക് ആംഗിൾ മാത്രം എഴുതിയാൽ 30 ഡിഗ്രി 270 ഡിഗ്രി മാത്രമായിരിക്കും ഓപ്ഷൻസിൽ കാണുന്നത്. കാരണം സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എക്സിന് എത്ര വാല്യൂസ് വരാം? എക്സിന് 2 വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അന്നേരം ഇത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? 270 കിട്ടിയത് എങ്ങനെയാണെന്നും കൂടെ പറയൂ.
270 കിട്ടിയാന്ന് ഒന്നുകൂടെ പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ ചെയ്തതിനകത്ത് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലേ? സാർ ഒന്നും കൂടെ പറയാവോ ആദ്യം തൊട്ട്? ഫുൾ ആദ്യം തൊട്ടല്ലേ? ഓക്കെ. ഓക്കെ, ഞാൻ ബേസിക് ആയിട്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട തന്നെ മറ്റേ കുട്ടി പറഞ്ഞ കണക്ക് തന്നെ ചെയ്യാം. ഇപ്പം 2 sin square x പ്ലസ് sin x -1 ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്താല്, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ മിഡിൽ ടേമിന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രോഡക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അന്നേരം ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാണ്ട് തന്നെ സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രോഡക്റ്റ് വരുന്ന രീതിയിലായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -2 sin square x കിട്ടും. ഓക്കെ, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാവും? sin x. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് സമ്മായിട്ട് വരും, -(a+b) വരും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് a into b വരും. ഇഫ് a and b are roots, then നടുക്ക് വരുന്നത് സം ആയിരിക്കും, ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? പ്രോഡക്റ്റ് ആയിരിക്കും. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x square is 1. ഈ കൺസെപ്റ്റ് അറിഞ്ഞൂടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് കൺസെപ്റ്റ്സ് നെറ്റിൽ നോക്കിയാൽ മതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx+ c ഫോമിലാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x² പ്ലസ് b/a into x പ്ലസ് എന്തെന്ന് എഴുതാം? c/a എന്ന് എഴുതാം. ഓക്കെ, അന്നേരം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് എത്ര വാല്യൂസ് വരും? 2 വാല്യൂസ്. ഞാൻ ആ 2 വാല്യൂസിനെ ആൽഫ ബീറ്റ എന്ന് എടുത്താൽ ഈ ആൽഫ ഇൻറ്റു ബീറ്റ ആയിരിക്കും c/a. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ത്? കോൺസ്റ്റന്റ് ടൈം ആയിട്ട് വരുന്നത്. മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആ റൂട്ട്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ നെഗറ്റീവ് കൂടെ കൊടുത്താൽ എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് കിട്ടും. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ ഇവിടെ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രോഡക്റ്റ് വരുന്ന രീതിയിൽ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്താൽ മിഡിൽ ടേമിന്റെ പ്രോഡക്റ്റ് എന്ത് വരണം? -2 sin square x വരണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? sin x വരണം. അന്നേരം -2 sin square x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരണം, ആഡ് ചെയ്യുമ്പോൾ +sin x വരണമെങ്കിൽ ആ sin x നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? +2 sin x -sin x എന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. മിഡിൽ ടേമിനെ മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. sin x നെ എനിക്ക് 2 sin x -sin x എന്ന് എഴുതിയാൽ sin x തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എന്ത് കിട്ടും? -2 sin square x കിട്ടും. ഓക്കെ, അന്നേരം മിഡിൽ ടേമിനെ എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ബാക്കി റിമൈനിങ് ടേംസ് എഴുതിയാൽ -1. ഇതാണ് കംപ്ലീറ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് 2 ടേമിൽ ആരൊക്കെ കോമൺ ഉണ്ട്? 2 കോമൺ ഉണ്ട്, sin x കോമൺ ഉണ്ട്. ബാക്കി എന്തിനാ ആരുണ്ട്? ബാക്കി ആരൊക്കെ കോമൺ ഉണ്ട്? 2 sin x കോമൺ എടുത്താൽ ബാക്കി sin x കോമൺ ഉണ്ട്, +1 ഉണ്ട്. ഓക്കെ, ഇവിടെ മൈനസ് ആണ്. ഈ sin x +1 വരുന്ന രീതിയിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -sin x +1 എന്ന് എഴുതാൻ പറ്റും. -sin x +1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അന്നേരം ഇവിടെ രണ്ടിടത്തും sin x +1 ഉണ്ട്. രണ്ടിടത്തും sin x +1 ഉണ്ടെങ്കിൽ ആ sin x +1 കോമൺ എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? sin x +1 into 2 sin x -1 എന്ന് എഴുതാം, ഈക്വൽ ടു 0. രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അന്നേരം ഒന്നുകിൽ sin x +1 ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിലോ 2 sin x -1 ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അന്നേരം ഇവിടം വരെ സോൾവ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് റൂൾസ് നിന്ന് തന്നെയാണ്. ഓക്കെ, അന്നേരം മിഡിൽ ടൈമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമിന്റെയും ലാസ്റ്റ് ടൈമിന്റെയും പ്രോഡക്ട്സ് കിട്ടുന്ന രീതിയിലായിരിക്കണം സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം എനിക്ക് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 2 ടേംസിനെ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് 2 ടേംസിന്റെ
ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റും. ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഫൈനൽ ഇക്വേഷൻസ് കിട്ടുന്ന രീതിയിൽ. അന്നേരം രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ആ രണ്ട് ടേംസിൽ ഏതെങ്കിലും ഒരു ടേംസോ അല്ലെങ്കിൽ രണ്ട് ടേംസോ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അന്നേരം sin x + 1 = 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2 sin x - 1 = എന്തായിരിക്കണം? 0 ആയിരിക്കണം. അന്നേരം sin x = -1 ആയിരിക്കണം, അല്ലെങ്കിൽ sin x = എന്തായിരിക്കണം? +1/2 ആയിരിക്കണം. അന്നേരം sin x-ന് രണ്ട് വാല്യൂസ് ഉണ്ട്, -1 ഉണ്ട്, +12 ഉണ്ട്. ഈ വാല്യൂസ് വരുന്ന എക്സിന്റെ വാല്യൂ ആയിരിക്കും സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. ഇത്രയും മനസ്സിലായെങ്കിൽ sin x = -1 = 270 വന്ന എങ്ങനെയാണെന്ന് പറയാം. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. യെസ്. ഓക്കെ. ഓക്കെ, sin 90 ഡിഗ്രി = എന്താണെന്ന് നിങ്ങൾക്കറിയാം. sin 90 ഡിഗ്രി = എന്താണ്? 1 ആണ്. നെക്സ്റ്റ് 90 ഡിഗ്രിയിൽ അത് എന്താവും? 0 ആവും. നെക്സ്റ്റ് 90 ഡിഗ്രിയിൽ വീണ്ടും -1 ആവും. നെക്സ്റ്റ് 90 ഡിഗ്രിയിൽ വീണ്ടും എന്താവും? 0 ആവും. ഏത് ട്രിഗണോമെട്രിക് റേഷ്യോസും പീരിയോഡിക് വിത്ത് റെസ്പെക്ട് 2π ആയിരിക്കും. ഇപ്പൊ സൈനിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് പോകുന്നത്. അതിന്റെ മാക്സിമം വാല്യൂ വരുന്നത് 90 ഡിഗ്രിയിലായിരിക്കും, അല്ലെങ്കിൽ π/2 നെക്സ്റ്റ് π/2, അല്ലെങ്കിൽ നെക്സ്റ്റ് π/2 എന്ന് പറയുന്നത് π ആണ്. 180 ഡിഗ്രിയിൽ എന്താവും? 0 ആവും. നെക്സ്റ്റ് π/2 എന്ന് പറയുന്നത് 3π/2 അതെന്താവും? -1 ആവും. നെക്സ്റ്റ് പൈൽ എന്താവും? അത് നെക്സ്റ്റ് പൈൽ 0 ആവും. നെക്സ്റ്റ് π/2 ഇവിടെ 4π/2 ആയി. അടുത്ത നെക്സ്റ്റ് 5π/2 അതെന്താവും? വീണ്ടും 1 ആവും. അന്നേരം സൈനിന്റെ വാല്യൂ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, 90, 180, 270, 360 അങ്ങനെ പോകുമ്പോൾ 540 അങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും, നെക്സ്റ്റ് 1 ആയിരിക്കും, നെക്സ്റ്റ് 0 ആയിരിക്കും, -1, 0, 1 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. 0, 1, 0, -1, 0, 1, 0, -1 ഇങ്ങനെ ആയിരിക്കും എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ പാറ്റേൺസ് പോകുന്നത്. ബൈ ഇൻക്രീസിങ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. 90 ഡിഗ്രി കൂടുമ്പം ഇങ്ങനെ ആയിരിക്കും ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സൈൻ ഓൾവേസ്. കോസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? കോസ് ആകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നായിരിക്കും. 1 ആണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് -1 ആയിരിക്കും, നെക്സ്റ്റ് 0 ആയിരിക്കും, നെക്സ്റ്റ് 1 ആയിരിക്കും, നെക്സ്റ്റ് 0 ആയിരിക്കും, നെക്സ്റ്റ് എന്തായിരിക്കും? -1 ആയിരിക്കും. അന്നേരം കോസ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം എല്ലാ 90 ഡിഗ്രിയിലും 0, -1, 1 എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സൈനും കോസൊക്കെ എന്താണ്? പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. അന്നേരം ഇതിൽ നിന്നാണ് 270 = എന്തെന്ന് വന്നത്? -1 എന്ന് വന്നത്. ഈ പറഞ്ഞത് മനസ്സിലായോ? ഹലോ, ഓക്കെ. അന്നേരം ഓർത്തിരിക്കുക, ഇതിനകത്ത് ജനറലി ഓർത്തിരിക്കേണ്ട കാര്യം സൈൻ ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ഓൾവേസ് എന്തായിരിക്കും? ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 എല്ലാ ഇപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90, 180, 360 അങ്ങനെ പോകുന്ന എല്ലാ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ കോസ് ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 എന്തായിരിക്കും? 0 ആയിരിക്കും. അന്നേരം ഈ രണ്ട് കാര്യം മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സൈൻ ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 0 ആയിരിക്കും. കോസ് ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 90 എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം. കോസ് ഓഫ് n π എന്ന് പറയുന്നത് 180 ആണ്. കോസ് ഓഫ് n π എന്ന് പറയുന്നത് -1/n ആയിരിക്കും. അതുകൊണ്ടാണ് കോസ് 180 ഡിഗ്രി = എന്തായത്? 180 ഡിഗ്രി എന്ന് പറയുന്നത് 1 × π ആണ്, 1 × 180 ആണ്. അതുകൊണ്ട് -1/1 = എന്താവും? 1 ആവും. 2 × 180 ആണെങ്കിൽ എന്തായേനെ? +1 ആയേനെ. അന്നേരം കോസ് ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 180 എന്തായിരിക്കും? 1 ആയിരിക്കും അല്ല ഇപ്പോഴും. അന്നേരം ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, സൈനിന്റെയും കോസിന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. സൈൻ സ്റ്റാർട്ടിങ് ഫ്രം 0 ആയിരിക്കും. 0, 1, 0, -1 അങ്ങനെ ആയിരിക്കും പോകുന്നത്. കോസ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആയിരിക്കും. പക്ഷെ 1-ൽ സ്റ്റാർട്ട് ചെയ്താൽ 0, -1, 1, 0 അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ പാറ്റേൺസ് ഓർത്തിരുന്നാൽ മതി. ഈ പാറ്റേൺസ് സൈനിന്റെയും കോസിന്റെയും പാറ്റേൺസ് ഓർത്തിരുന്നാൽ
ഏത് മൾട്ടിപ്പിൾ ഓഫ് 90ലും അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. സമയം ഏകദേശം തീർന്ന്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്യട്ടെ. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്യാം. ഹലോ, ഹലോ. സർ സ്റ്റോപ്പ് ചെയ്യാവോ? ഓക്കെ, എന്നാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. ഇതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അന്നേരം നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് മാത്രമായിരിക്കും. ഒരു 35-40 റേഞ്ചിൽ പ്രോബ്ലംസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. അന്നേരം ട്രിഗണോമെട്രിയിൽ പറയാനുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തു. അന്നേരം ഈ ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്, കുറെ ട്രിക്സ് ഉണ്ട്. ടൈം കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ ഒരു അനലൈസ് മെത്തേഡിൽ ആൻസേഴ്സ് പറയാൻ പറ്റും. കാരണം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വരിക. ട്രിഗണോമെട്രി റേഷ്യോസ് ഓരോ ക്വാഡ്രന്റിലും അതിന്റെ വാല്യൂസ് എന്തായിരിക്കും, അതിന്റെ സൈൻ എന്തായിരിക്കും, സൈന്റെയും കോസിന്റെയും സം ഓഫ് ആംഗിളും ഡിഫറൻസ് ഓഫ് ആംഗിൾസും, ടാൻ ഓഫ് ഡിഫറൻസ് ഓഫ് ആംഗിൾസും സം ഓഫ് ആംഗിൾസും, ഇങ്ങനെ ഈ കൺസെപ്റ്റുകളൊക്കെ ഓർത്തിരിക്കുക. അന്നേരം പിന്നെ ഏത് സബ്ജക്ട് അതിന്റെ പ്രീ റിക്വസൈറ്റ്സ് ആയ ബേസിക് അത് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. എല്ലാ നിങ്ങൾക്ക് ഒരു പ്രീ റിക്വസൈറ്റ്സ് ബേസിക് ആയിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ക്ലാസ്